അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആണ്. ആർ ബി ഐയുടെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് ഈ പറയുന്ന ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ, അതേപോലെ ആ വർഷം, തീയതി, അതെല്ലാം മതിയാവും. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ ആർ ബി ഐയെ പറ്റി പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ മതിയാവും. ഒരുപാട് ഡീപ്പായിട്ട് അവിടെ നിന്ന് എക്കണോമിക്സ് ചോദ്യം വരാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ആർ ബി ഐയുടെ ഫങ്ഷൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിന്റെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ആർ ബി ഐയുടെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എല്ലാ ഫങ്ഷൻസും ഓടിച്ച് പറയാം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? മോണിറ്ററി മാനേജ്മെന്റ് ഓർ അതോറിറ്റി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇന്ത്യയിലെ മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്നത് ആർ ബി ഐ ആണ്. അപ്പോൾ ഇന്ത്യയിലെ മോണിറ്ററി പോളിസിയുടെ കൺട്രോളർ ആരാണ്? ആർ ബി ഐ ആണ്. അപ്പോൾ ആർ ബി ഐയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ ഏത് തന്നെയാണ്? മോണിറ്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി തന്നെയാണ്. രണ്ടാമത്തെ എന്താണ്? റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ബാങ്കിങ്, നോൺ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കലും അവയെ സൂപ്പർവൈസ് ചെയ്യലും അത് ആർ ബി ഐയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. നമ്മൾ പലപ്പോഴും ആർ ബി ഐ ഇത്തരത്തിലുള്ള ഒരുപാട് ബാങ്കുകളുടെയും എൻ ബി എഫ് സികളുടെയും കാര്യത്തിൽ ഓരോരോ റെസ്ട്രിക്ഷൻസും അതേപോലെ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കാണാറുണ്ട് പത്രത്തിലൊക്കെ. ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ എന്നതിന്റെ കാര്യത്തിലൊക്കെ ആർ ബി ഐ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചില ബാങ്കുകൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, ചിലരെ പെർമിറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർ ബി ഐയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് എന്തോന്നും, ഇന്ത്യയിലുള്ള ബാങ്കിങ്, നോൺ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളെ റെഗുലേറ്റ് ചെയ്യൽ, സൂപ്പർവൈസ് ചെയ്യൽ. ഓക്കെ, അപ്പൊ മോണിറ്ററി മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ എന്താണ്? ബാങ്കിങ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സൂപ്പർവൈസ് ചെയ്യൽ, റെഗുലേറ്റ് ചെയ്യൽ. അടുത്തത് മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, മണി മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഇങ്ങനെയുള്ള ഇത് വരുന്നത് ഗവൺമെന്റ് തലത്തിലാണ് വരുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലെവലിൽ വരുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഇത് മൂന്നിനെ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. അത് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ആർ ബി ഐ ആണ്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഇത് മൂന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പഠിപ്പിക്കുമ്പോൾ. അടുത്തത് നാലാമത്തത് മാനേജ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അതായത് നമ്മുടെ വിദേശ നാണ്യ ശേഖരമുണ്ട് ഇന്ത്യക്ക്. ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ ആരാണ് മാനേജ് ചെയ്യുന്നത്? ആർ ബി ഐ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ മാനേജ് ചെയ്യുന്ന ആരാണ്? ആർ ബി ഐ ആണ്. ഓക്കെ, ഇതാണ് നാലാമത്തെ ഫംഗ്ഷൻ. ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയുന്നതാണ്, നമുക്കെല്ലാം വിശദമായിട്ട് തന്നെ നോക്കാം. അടുത്ത അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്താണ്? കറന്റ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മാനേജ്മെന്റ്. അതായത് ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് പറയുന്നത് നമ്മുടെ വ്യക്തികൾ തുടങ്ങുന്ന കറന്റ് അക്കൗണ്ട് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ടും ഇന്ത്യയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു പീരീഡിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഇൻകവും ഉൾപ്പെടുന്ന അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് മീൻസ് നമ്മുടെ അസറ്റിന്റെ ഓണർഷിപ്പിലുള്ള നെറ്റ് ചേഞ്ച് ഒരു വർഷത്തേക്കുള്ള, അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് പറയാം പഠിപ്പിക്കുമ്പോൾ. ഓക്കെ, അടുത്തത് ബാങ്കർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതായത് നമ്മൾ പറയും ഗവൺമെന്റിന്റെ ബാങ്കാണ് ആർ ബി ഐ എന്ന് പറയും. ആ ഫംഗ്ഷനാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കാണ് ആര്? ബാങ്കറാണ് ആര്? ആർ ബി ഐ എന്ന് പറയുന്നത്. അപ്പോൾ ആർ ബി ഐക്ക് ഈ ലെവലിൽ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. സർക്കാരുകളുടെ, നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട്. അപ്പോൾ ബാങ്കർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഓക്കെ, അടുത്തത് ഡെറ്റ് മാനേജർ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടം മാനേജ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ആർ ബി ഐ ആണ്. അപ്പോൾ ഈ നമ്മുടെ പൊതുകടമൊക്കെ ഒരുപാട് കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ആർ ബി ഐ കുറച്ച് പോളിസി ചേഞ്ചസ് ഒക്കെ വരുത്താൻ ഗവൺമെന്റ് ഒക്കെ പറയും. ഇപ്പൊ ഇടയ്ക്ക് കേരള സർക്കാരിന്റെയൊക്കെ ധനസ്ഥിതി മോശമായപ്പോഴൊക്കെ ആർ ബി ഐ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ വായിച്ചായിരുന്നു, കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയൊക്കെ അവരുടെ ഒരു കടമെടുപ്പൊക്കെ ഒന്ന് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യുക. പിന്നെ ഓവറായിട്ട് കടമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? അതിനൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തണമല്ലോ അവരുടെ ഒരു ധനകാര്യ മാനേജ്മെന്റിലൊക്കെ. അപ്പൊ അതിന് വേണ്ട എന്തൊക്കെ കൊടുക്കുക?
നിർദ്ദേശങ്ങൾ കൊടുക്കുക, പിന്നെ ഇവരുടെ പബ്ലിക് ഡെറ്റ് മാനേജ് ചെയ്യുക സർക്കാരുകൾ. അതൊക്കെയാണ് RBIയുടെ ഫംഗ്ഷൻ. ഏത് രീതിയിൽ? ഡെറ്റ് മാനേജർ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന രീതിയിൽ. ഓക്കെ, അതാണ് അടുത്ത ഫംഗ്ഷൻ. അടുത്തത് ഏതാണ്? ബാങ്കർ ടു ബാങ്ക്സ്. നമുക്കറിയാം, നമ്മൾ ബാങ്കുകളുടെ ബാങ്കാണ് RBI എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. RBI എന്നാണ് ബാങ്കുകളുടെ ബാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തോന്ന്, RBI ഈ പറയുന്ന ബാങ്കുകളെ NBFCകളെ റെഗുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇതെന്താണ്? അവരുടെ കുറച്ച് ബാങ്കിങ് ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന ബാങ്കുകൾക്ക്. നമുക്ക് വ്യക്തികൾക്ക് എന്തുണ്ട് ബാങ്കിങ് ആവശ്യങ്ങളുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകളിലോ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ലോൺ എടുക്കുകയും ചെയ്യും. അതേപോലെ ഈ ബാങ്കുകൾക്ക് എന്തുണ്ട്? അവരുടേതായിട്ടുള്ള ബാങ്കിങ് ആവശ്യങ്ങളുണ്ട്. അതിന് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് RBI ആണ്. RBIക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് ബാങ്കർ ടു ബാങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ഫംഗ്ഷനാണ് ഇഷ്യൂർ ഓഫ് കറൻസി. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. നമ്മുടെ കറൻസി ഇഷ്യൂ എന്നാണ് ഇന്ത്യയിൽ RBI ആണ്. അല്ല 1 രൂപ നോട്ടിൽ ഒഴിച്ച് ബാക്കി നോട്ടിലൊക്കെ എന്തുണ്ട്? RBIയുടെ മുദ്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. RBIയുടെ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത് അതിനകത്ത്. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ കറൻസി ഇഷ്യൂ എന്നാണ് ഇന്ത്യയിൽ RBI ആണ്. അടുത്തത് എന്താണ്? ഓവർസൈറ്റ് ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ഇഷ്യൂസ്. അതെ, കോയിൻസും 1 രൂപ നോട്ടുമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, അതായത് ധനകാര്യ മന്ത്രാലയം നേരിട്ടാണ് അത് ഇറക്കുന്നത്. അതിലൊപ്പിടുന്ന ആരാണ്? ധനകാര്യ സെക്രട്ടറിയാണ്. ബാക്കിയുള്ളതിലൊക്കെ ഒപ്പിടുന്ന ആരാണ്? RBI ഗവർണറാണ്. ഓക്കെ, മിനിസ്റ്റർ അല്ല, സെക്രട്ടറിയാണ് ഒപ്പിടുന്നത്. ഫിനാൻസ് സെക്രട്ടറി ഒപ്പിടുന്നത്, മിനിസ്റ്റർ ഒപ്പിടില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഓവർസൈറ്റ് ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേയ്മെന്റ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ. നാച്ച് ഒക്കെ അറിയാലോ, നാച്ച്. അതേപോലെ എന്താണ് UPI, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള പേയ്മെന്റ് സിസ്റ്റങ്ങളും സെറ്റിൽമെന്റ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ടെക്നോളജി ഡെവലപ്പായ ഈ ഒരു 2015 ശേഷമുള്ള കാലത്ത് ഇതിന്റെയൊക്കെ എണ്ണം എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെയൊക്കെ ആരാണ് ഓവർസീ ചെയ്യുന്നത്? അതും RBI ആണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കാറുണ്ട് കാര്യങ്ങൾ, പഠിക്കുമ്പോഴത്തേക്കും. ഓക്കെ, പിന്നെ RBIക്ക് ഒരു ഡെവലപ്മെന്റൽ റോളുണ്ട്. RBI എന്താണ്? ഈ പറയുന്ന ഒരുപാട് ജേർണൽസ് ഒക്കെ ഇറക്കാറുണ്ട്. നമ്മൾ RBIയുടെ വെബ്സൈറ്റിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ മാനേജ്മെന്റ് വിഷയങ്ങൾ, അതേപോലെ എന്താണ് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ RBI എന്ത് ചെയ്യാറുണ്ട്? റിസർച്ച് ചെയ്യാറുണ്ട്. അതുപോലെ ഒരുപാട് പുതിയ സ്ഥാപനങ്ങളൊക്കെ എന്ത് RBI ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ പറയുന്ന ധനകാര്യ മാനേജ്മെന്റ് ആയിട്ടൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് റോൾ ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിങ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് RBIക്ക് ഉണ്ട് കേട്ടോ. DEPR എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്താണ് എക്കണോമിക് പോളിസി റിസർച്ച്, അങ്ങനെ എന്താണ് ഫുൾ പേര്? DEPR എന്നതിന്റെ പേര്, DEPR. അപ്പൊ ഈ DEPR അപ്പൊ ഈ DEPR പോലെയുള്ള ഇതേപോലത്തെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? കൂടുതലും ഡെവലപ്മെന്റ് റോളാണ് ചെയ്യുന്നത്. ഇവർ ഈ പറയുന്ന RBIയുടെ ഡേ ടു ഡേ മറ്റ് ഫംഗ്ഷൻസ് ഒന്നും ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? എക്കണോമിയെ പറ്റിയും അതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള DEPR ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച്. അത് തന്നെയാണ്. ഓക്കെ, DEPR, B അല്ല P. അപ്പോൾ ഇതൊന്നും കാണാൻ പഠിക്കുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ സംഭവങ്ങളൊക്കെ. അങ്ങനെയൊന്നും ചോദ്യം വരില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞത് അത്. അപ്പോൾ ഇതേപോലെ ഡെവലപ്മെന്റ് റോൾ ആക്കുണ്ട് RBIക്ക് ഉണ്ട്. RBIക്ക് അത്തരത്തിലൊരു റോളും കൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട RBIയുടെ 11 ഫംഗ്ഷൻസ്. ഈ 11 ഫംഗ്ഷൻ നിങ്ങൾ എഴുതി വെച്ചോ, അല്ലാതെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഏത് ഉൾപ്പെടില്ലെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോഴത്തെ എക്സാമൊക്കെ അറിയാമല്ലോ, എന്താണെല്ലാം പ്രസ്താവനയാണ് വരുന്ന പ്രസ്താവനയാണ്. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യണം. എന്ത് വേണം? നമുക്ക് കൃത്യമായിട്ട് ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓരോ ഫംഗ്ഷനും എന്ത് ചെയ്യണം? എഴുതി വെച്ച് പഠിക്കണം. ജസ്റ്റ് ആ ഫംഗ്ഷൻ എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനകത്തുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞില്ലെങ്കിൽ പോലും ഓക്കെ, എന്തും വരാം. എനിക്ക് തോന്നുന്നു നമ്മൾ എന്തായാലും ഇത്രയും വിശദമായിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഇവിടെ നിന്ന് വരുന്ന ഏതൊരു ചോദ്യം നമുക്ക് എഴുതാൻ പറ്റും. പറ്റാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വിട്ടേക്കുക. അത് ഒരുപാട് പേരൊന്നും ആൻസർ ചെയ്യാൻ പോകുന്നില്ല എന്ന് തോന്നാലും. ഓക്കെ, നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആഴത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറത്തുനിന്ന് വരാം. ഇതൊരു PSC എക്സാമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. വന്നാൽ എന്ത് ചെയ്യില്ല? അത് ഒരുപാട് പേരൊന്നും ആൻസർ ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് അറിയാലോ, ഒരു ഡിഗ്രി എക്സാമിന് 100 മാർക്കിന്റെ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് വരുന്ന എത്രയാണ്? ഒരു 60-65 റേഞ്ചൊക്കെ വരത്തുള്ളൂ മാക്സിമം. 60 താഴെ ആയിരിക്കും. ടോപ്പ് മാർക്കൊക്കെ എപ്പോഴും എത്രയായിരിക്കും? അറൗണ്ട് 65 ആയിരിക്കും, അല്ലേ? 1-2 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാലായി.
ഇപ്പോഴത്തെ എക്സാമൊക്കെ നമുക്കറിയാം 200 മാർക്കിനാണ് സെക്രട്ടേറിയറ്റ് ഒക്കെ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു 120-130 റേഞ്ചിലൊക്കെ ആയിരിക്കും ഒരു മോഡറേറ്റ് എക്സാമിന് കട്ട് ഓഫ് വരിക. ഞാൻ കട്ട് ഓഫ് ഒന്നും പ്രെഡിക്ട് ചെയ്യുന്നില്ല, അങ്ങനെ നേരത്തെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചിന്തിക്കരുത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയുന്നത്. അതായത് 190 എന്ത് ചെയ്യില്ല, ഒരിക്കലും കട്ട് ഓഫ് ഒന്നും പോകില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ മിക്ക ആൾക്കാർക്കും എഴുതാൻ പറ്റാത്തത് വരും. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യില്ല, കുറെ ആൾക്കാർ എഴുതത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളൊരു ഈ സിലബസിലെ ഒരു ടോപ്പിക്ക് വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് പോവുക. അവിടെ നിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ടു ഈസി, ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, കുഴപ്പമില്ല, അത് നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അത് അറ്റൻഡ് ചെയ്യാൻ നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത്, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇവിടെ 0.1% കീടാണ് ഈ DEPRന്റെ കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. DEPR എന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒരു അറിവ് കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. 0.1% കീടാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫങ്ഷൻസിന്റെ കാര്യം പറഞ്ഞത്. നമുക്കിനി അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറയുന്നത് സംശയമുണ്ടോ? ചെറിയ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ സംസാരം ഒരുമാതിരി ഇരിക്കുന്നത്. ചെറിയൊരു ജലദോഷം വന്നുണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ കുറച്ച് വിശദമായിട്ട് നോക്കാം. എന്തായിരുന്നു അത്? മോണിറ്ററി മാനേജ്മെന്റ് ഓർ മോണിറ്ററി അതോറിറ്റി. അതായത് ഞാൻ പറഞ്ഞു മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇന്ത്യയിൽ RBI ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ RBIയുടെ ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്. The most important function of central banks is formulation and execution of monetary policy. അതായത് ഒരു കേന്ദ്ര ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതാണ്? മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതും മോണിറ്ററി പോളിസി എക്സിക്യൂട്ട് ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. To regulate the issue of RBI notes and keeping of reserves with a view to securing monetary stability in India and generally to operate the currency and credit system of the country to its advantage. അതായത് RBI എന്ത് ചെയ്യുന്നുണ്ട്? നോട്ടുകളുടെ ഇഷ്യൂ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ റിസർവുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്, കുറെ റിസർവ് ഉണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഇന്ത്യയിൽ മോണിറ്ററി സ്റ്റെബിലിറ്റി സെക്യൂർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഇന്ത്യയിലെ കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജസ്റ്റ് ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു അല്ലെങ്കിൽ മോണിറ്ററി മാനേജ്മെന്റ് ഒരു ഒറ്റ വാക്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കാണാൻ പഠിക്കുന്നത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി, ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഫംഗ്ഷൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ബാക്കിയെല്ലാം മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു ടോപ്പിക്ക് അല്പം ഒന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും അതിന്റെ രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോ മോണിറ്ററി പോളിസി നമുക്ക് അല്പം ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു സാധനമാണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് ഈ RBIയുടെ പാർട്ടായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, നമ്മൾ ഈ RBI എന്ന് പറഞ്ഞൊരു 2 ക്ലാസ് ആയതല്ലേ ഉള്ളൂ, മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. മോണിറ്ററി പോളിസി എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ ഇതാണ് RBIയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ. അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോ ബാങ്കുകളുടെയും NBFCകളുടെയും ഒക്കെ എന്ത് ചെയ്യുക, റെഗുലേഷനും സൂപ്പർവിഷനും. ഈ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സംഭവങ്ങൾ വരും. അവിടെ കൊമേഴ്സ്യൽ ബാങ്ക് ഉണ്ട്, ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, NBFCകളുണ്ട്. NBFC ഇത് ഒരു ടൈപ്പ് മാത്രമാണ്. ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു അംബ്രല്ല ടൈമിൽ ഒരു ടൈപ്പാണ് NBFC എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കുറെ പിന്നെ ഡെവലപ്മെന്റ് ബാങ്കുകളുണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്ന ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ RBIയുടെ. അടുത്ത് KSFE ഒരു NBFC ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് KSFE. KSFEക്ക് ഈ പറയുന്ന RBIയുടെ അണ്ടറിലൊന്നുമല്ല, പക്ഷെ എന്താണ്, RBIയുടെ ചില സംഭവങ്ങൾ ബാധകമായേക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു ബോട്ട് ഒരു ഇതയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, പരസ്യമാണ്.
പിന്നെ ഈ KSFE ഒന്നും വേണ്ട, ലൈസൻസ് ഒന്നും വേണ്ട RBI കേട്ടോ, നമ്മൾ പഠിക്കുന്നതായിട്ട് പോകുമ്പോഴത്തേക്കും. KSFE എന്താണ്? NBFC ആണ്. NBFCക്ക് ബാങ്കിങ് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ KSFE സർക്കാരിന്റെ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ RBIക്ക് എന്താണ്, ഒരു പ്രൈവറ്റ് NBFCയിലുള്ളത്ര കൺട്രോൾ ചിലപ്പോൾ ഈ സർക്കാർ സ്ഥാപനത്തിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, പ്രൈവറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി നിയന്ത്രണം ആര് കൊണ്ടുവരും? RBI കൊണ്ടുവരും. എന്നാൽ ഈ പറയുന്ന RBIയുടെ കൺട്രോൾ തന്നെ മുകളിലുണ്ട് കേട്ടോ. ഡയറക്റ്റ്ലി എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന ഇതിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനിലൊന്നും RBI ഇടപെടണമെന്നില്ല. ഇപ്പൊ ഇടയ്ക്ക് കേരള ബാങ്കിന് എന്ത് ചെയ്തിരുന്നു? RBI ഡിമോട്ട് ചെയ്തിരുന്നു. നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ എന്തുണ്ട്? RBI ചെറിയ കൺട്രോൾ എല്ലാത്തിന്റെയും മുകളിലുണ്ട് സ്റ്റിൽ. കാരണം ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആരാണ്? ധനകാര്യ സെക്ടറിലെ റെഗുലേറ്റർ ആരാണ്? RBI തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം, സമയം വേണ്ട. The objective of this function is to protect the interest of depositors through an effective prudential regulatory framework for orderly development and conduct of banking operations and liquidity and solvency of banks, and to maintain overall financial stability through various policy measures. അപ്പോൾ ഈ ഒരു റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ ലക്ഷ്യം എന്ത് തന്നെയാണ്? ഈ ബാങ്കുകളുടെ ധനകാര്യ സ്ഥിതിയൊക്കെ എന്ത് ചെയ്യുക? നന്നായി നിലനിർത്തുക. അത് ഈ പറയുന്ന ബാങ്കുകൾ എന്താണ്, നഷ്ടം വന്ന് പൂട്ടിപ്പോവാതെ എന്ത് ചെയ്യുക? അതിനെ സംരക്ഷിക്കുക. അതായത് അതിന്റെ പോളിസികളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ബാങ്ക് ഓവറായിട്ട് അവരുടെ അസറ്റ് നോക്കാതെ ലോൺ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ബാങ്ക് പൊളിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ പൊളിയാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ RBI എന്ത് ചെയ്യും? അവരെ നിയന്ത്രിക്കും. നീ ഇനി കുറച്ച് ലോൺ കൊടുത്താൽ മതി, ഓക്കെ, അല്ല നീ ഇനി പുതിയ ലോൺ ഒന്നും ഇഷ്യൂ ചെയ്യണ്ട എന്നൊക്കെ എന്ത് ചെയ്യും? RBI പുതിയ ഒരു നിയന്ത്രണം കൊണ്ടുവരും. ഒരു പർട്ടിക്കുലർ ബാങ്കിന് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ബാങ്ക് ചിലപ്പോൾ അവരുടെ ഹെൽത്ത് ഒക്കെ മെച്ചപ്പെടുത്തും. അവരുടെ ഏത് ഹെൽത്ത്? ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ മെച്ചപ്പെടുത്തും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? ചിലപ്പോൾ അവർ ബാങ്ക്രപ്സി അല്ലെങ്കിൽ പറയുന്ന നഷ്ടം, അതായത് പൊളിഞ്ഞു പോകലെന്നൊക്കെ എന്ത് ചെയ്യും? രക്ഷപ്പെട്ടേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു ബാങ്കിന്റെ, അതാണ് സോൾവൻസി. സോൾവൻസി മീൻസ് എന്താണ്? ഈ പറയുന്ന നഷ്ടം വന്ന് പൊളിഞ്ഞു പോവാതിരിക്കൽ. ഓക്കെ, ഇൻസോൾവെന്റ് ആണ് പൊളിഞ്ഞു പോവൽ. സോൾവൻസി മീൻസ് എല്ലാവരുടെ ഹെൽത്ത് ആണ്. ഓക്കെ, അവർ ഹെൽത്ത് എന്ത് ചെയ്യാൻ നിലനിർത്തുക. പിന്നെ ലിക്വിഡിറ്റി മീൻസ് എന്താണ്? ആൾവേസ് അവരുടെ ലിക്വിഡ് മണി ഉണ്ടാവണം ഈ ബാങ്കുകളിൽ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ SLR എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയും. അതായത് ഈ പറയുന്ന RBI മാൻഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ ബാങ്കുകൾ എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ശതമാനം അവരുടെ അസറ്റ് എന്ത് ചെയ്യണം? എപ്പോഴും ലിക്വിഡ് കറൻസിയായി സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതാണ് SLR. അപ്പോൾ ഇതേപോലെയുള്ള ലിക്വിഡിറ്റിയും സോൾവൻസിയും ഒക്കെ എന്ത് ചെയ്യണം? ബാങ്കുകൾ കീപ്പ് ചെയ്യണം. അവരുടെ ഓർഡർലി ഡെവലപ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ത് ചെയ്യുക? ബാങ്കുകൾ RBI കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. ഇത് കഴിഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എനിക്ക് 2023 ഒരു സ്റ്റേജ് ഡിഗ്രി പ്രിലിംസിന് ഉണ്ടായിരുന്നു. അത് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. അപ്പൊ ഇത് കണ്ട് കുറെ പേര് എന്ത് ചെയ്തു? ഇത് RBIയുടെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ച് എന്ത് ചെയ്തു? ഇത് അടിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. അപ്പോൾ ഇത് ആക്ച്വലി RBIയുടെ വെബ്സൈറ്റിലുള്ള സാധനമാണ് കേട്ടോ, അവിടെ നിന്ന് എടുത്തിരിക്കുന്നത് നോട്ടിൽ. അപ്പോ ഈ ബാങ്കുകളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുക? നിക്ഷേപകരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക, ബാങ്കുകളുടെ ഓർഡർലി ഡെവലപ്മെന്റ് നടപ്പാക്കുക അല്ലെങ്കിൽ നിലനിർത്തുക. പിന്നെ ബാങ്കുകൾ എന്താണ്? ഇൻസോൾവെന്റ് ആയി പോവാതെ അതിന് ലിക്വിഡിറ്റി ഒക്കെ നിലനിർത്തുക. പിന്നെ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നിലനിർത്തുക. ഇതൊക്കെയാണെന്ന് തോന്നി പറയുന്ന ഈ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ വരുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു കാണാൻ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് എന്ത് ഉൾപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അടുത്ത് ഇത്രയും പവേഴ്സ് ഉണ്ടല്ലോ. ഈ പവേഴ്സ് ഒക്കെ RBIക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, RBI ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. RBI ഒരു ആക്ട് പ്രകാരം സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ്, പാർലമെന്റ് ആക്ട് പ്രകാരം. അതുകൊണ്ട് തന്നെ RBIക്ക് വളരെ വിശാലമായ അധികാരങ്ങളുണ്ട് ഈ ഒരു മേഖലയിൽ. അപ്പോൾ RBI ആക്ട് 1934 നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ റെഗുലേറ്ററി പവേഴ്സ് RBI ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നും കൂടിയുണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആക്ടുകൾ നിന്നാണ് എന്ത് ചെയ്യുന്നത്? RBIക്ക് ഈ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു അധികാരമാണ് കേട്ടോ. ഇതെല്ലാം ഈ റെഗുലേഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഈ അധികാരങ്ങൾ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? അടുത്ത് ഒരു പോയിന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. RBI's regulatory and supervisory functions extend not only to the Indian banking system but also to the non-banking financial institutions. അതായത് NBFCകളിലും NBFCകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റ് NBFIകളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? RBIയുടെ
ഈ പറയുന്ന സൂപ്പർവൈസറി റെഗുലേറ്ററി ഫംഗ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പേടിഎമ്മിന്റെ കാര്യമൊക്കെ അല്ലേ. പേടിഎമ്മിനേക്ക് എന്ത് ചെയ്തു RBI ഒന്ന് കുടഞ്ഞു, ഓർമ്മയുണ്ടല്ലോ അത്, കഴിഞ്ഞ വർഷം വലിയ വാർത്തയായിരുന്നു അത്. അതുപോലെയുള്ള NBFIകളെ, പിന്നെ എന്താണ് വേറെ കുറെ ലോൺ ആപ്പുകളൊക്കെ ഉള്ള ഇടയ്ക്ക് നാവിയൊക്കെ ക്രെഡിറ്റ് ബി നാവിയൊക്കെ ചെറുതായിട്ട് എന്ത് ചെയ്തായിരുന്നു RBI റെഗുലേറ്റ് ചെയ്തായിരുന്നു ഈ ലോൺ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി. അത് മാത്രമല്ല ചിലപ്പോൾ ഇവരെ ഇൻട്രസ്റ്റ് ഒക്കെ എന്താ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോഴേക്ക് RBI എന്ത് ചെയ്യും, കുറയ്ക്കാനൊക്കെ പറയാറുണ്ട് ആരെങ്കിലും പരാതി കൊടുത്തതൊക്കെ. ഓക്കെ, അതുപോലെ നമുക്കറിയാമല്ലോ ഇപ്പൊ ബാങ്കിങ്, നമുക്ക് എന്തെങ്കിലും ബാങ്കിങ് സംബന്ധമായിട്ടുള്ള പരാതികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബാങ്ക് ഒരു 30 ഡേയ്സിനകത്ത് സോൾവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, RBI ഓംബുഡ്സ്മാൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റും, അതൊക്കെ അറിയാലോ. അപ്പൊ എന്ത് ചെയ്യും, ഈ പറയുന്ന RBI ഓംബുഡ്സ്മാൻ അതിന് ന്യായമുണ്ടെങ്കിൽ ഈ ബാങ്കുകളെ ഫൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ പൈസ കിട്ടും. ഓക്കെ, ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് സംബന്ധമായ വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 500 വരെ കിട്ടാനൊക്കെയുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. അതായത് ഈ ബാങ്ക് കൃത്യമായിട്ട് ഇതിനുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കണ്ടെത്തുന്ന ദിവസം വരെ എന്ത് ചെയ്യണം, നമുക്ക് ഓരോ ദിവസവും 500 രൂപ കിട്ടിക്കൊണ്ടിരിക്കും ബാങ്കിൽ നിന്ന്. ഓക്കെ, അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും സംഭവങ്ങളൊക്കെ. അതൊക്കെ എന്താണ് ഈ RBIയുടെ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഫംഗ്ഷനിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മനസ്സിലായില്ല, ഈ പ്രജിൽ പറഞ്ഞ മനസ്സിലായില്ല. അതായത് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതാണോ? ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ഈ ബാങ്കിന് മെയിൽ അയച്ചിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്, അതിനകത്ത് ക്ലോസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ബാങ്കിന് പൈസ ആവണം. അങ്ങനെയുണ്ട്. അതെ, അതായത് ഒരു 3 days അങ്ങോട്ടാണ് ആ സമയം പറഞ്ഞിരിക്കുന്നത്. അതിന് ഇതേപോലെ നമുക്ക് ഫൈൻ കിട്ടും ഇങ്ങോട്ട്, കാരണം ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഫീസ് ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ്. ഇതുവരെ പറഞ്ഞ മനസ്സിലായിരുന്നോ നിങ്ങൾക്ക്? സംശയമൊന്നുമില്ല വേറെ? ഫോറിൻ ബാങ്ക്സ് മീൻസ് ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാണെങ്കിൽ ഇന്ത്യക്കകത്ത് ബ്രാഞ്ചുള്ള ഫോറിൻ ബാങ്കാണ് റെഗുലേറ്റ് ചെയ്യും, ഓഫ് കോഴ്സ് റെഗുലേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക്, ഇപ്പോ ഈ മൈക്രോസോഫ്റ്റ് ഒരു അമേരിക്കൻ കമ്പനി ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഗവൺമെന്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഇന്ത്യൻ രജിസ്റ്റർഡ് കമ്പനി കൂടെ ആണ്. ഓക്കെ, ഈ പലപ്പോഴും നമ്മുടെ ഈ ബിസിനസ് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനി ഒരു കോർപ്പറേഷൻ അതിന്റെ ഒറിജിനൽ കൺട്രിയിൽ മാത്രമായിരിക്കില്ല അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് ഇന്ത്യയിലുള്ള ഒരുപാട് ടാക്സ് ഇളവ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫോറിൻ ബാങ്കുകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇന്ത്യയിൽ അവർ രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, MNC എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ അവർക്ക് എന്തുണ്ടാവും, നമ്മൾ മറ്റ് ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കുകൾ പോലെ തന്നെയുള്ള കുറെ സ്വാതന്ത്ര്യങ്ങളും കുറെ നിയന്ത്രണങ്ങളും ഉണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാത്ത ഈ പറയുന്ന കുറെ ബാങ്കുകൾ, സ്വിസ് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യക്കാരുകൊണ്ട് പൈസയൊക്കെ ഇടും. അതൊന്നും RBI കൺട്രോൾ ചെയ്തില്ല. എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഈ പറഞ്ഞ ED ഒക്കെ അന്വേഷിക്കും. അത് അത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ത്യയിൽ സാധാരണ രീതി ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ബാങ്കുകളും RBI കൺട്രോൾ ചെയ്യും. അത്രയേ ഉള്ളൂ. കള്ളപ്പണം അതൊക്കെ തന്നെ. അത് വേറെ സ്കീമാണ് കേട്ടോ. അത് നമുക്ക് ഡോളറിലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള സാധാരണ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ അല്ല അതൊക്കെ. അതിന് വേറെ രീതിയൊക്കെ ഉണ്ട്. ഷെൽ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കെയ്മാൻ ഐലൻഡിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതുകൂടെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, RBIയുടെ റെഗുലേഷൻ ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കാര്യത്തില്, കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യത്തില്, ഈ പറയുന്ന RRBകളുടെ കാര്യത്തില്, ഒക്കെ NBFCകളുടെ കാര്യത്തില്, മറ്റ് നോൺ ബാങ്കിങ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യത്തിലൊക്കെ RBIയുടെ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് കുറച്ചൊരു വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം ഓരോന്നും എങ്ങനെയാണെന്നുള്ളത്. ആദ്യം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണേ. അപ്പൊ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്? പറയൂ, കേൾക്കുന്നില്ലേ? ഇവിടെ വേറൊന്നുമില്ല. നമ്മൾ സാധാരണ കാണുന്ന മിക്ക ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തന്നെയാണ്. ഇപ്പോ ഇന്ത്യയിലുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ ഇല്ലേ, SBI, കാനറ ബാങ്ക്, അതേപോലെ ആന്ധ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതും പിന്നെ യെസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI, ഫെഡറൽ ബാങ്ക്, ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കുകളൊക്കെ. അതായത് ബാങ്കിങ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, വാണിജ്യ ബാങ്കുകൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് അത് തന്നെ. അതായത് RBIയുടെ ബാങ്കിങ് ലൈസൻസ് കിട്ടിയിട്ടുള്ള
നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന ധനകാര്യ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ബാങ്കുകളാണ് ഏത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് ബാങ്കും ഉണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക് മീൻസ് എന്താണ്? 50%, 51% ഓർ മോർ സർക്കാരിന്റെ ഷെയർ ഉള്ള ബാങ്കാണ് ഏത്? പബ്ലിക് സെക്ടർ ബാങ്ക്. ചിലതിലൊക്കെ എന്തുണ്ട്? പ്രൈവറ്റ് ഷെയറും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, മെജോറിറ്റി ഷെയർ ഹോൾഡർ ആരായിരിക്കും? എപ്പോഴും സർക്കാർ തന്നെയായിരിക്കും. അതാണെന്ന് തോന്നുന്നു പബ്ലിക് സർക്കാർ മീൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അതാണെന്ന് തോന്നുന്നു പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ആർ ബി ഐയുടെ ഷെയർ ഹോൾഡിംഗ് എങ്ങനെയാണ്? ആർ ബി ഐയുടെ ഷെയർ ഹോൾഡർ ആരാണ് ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ? ആർ ബി ഐയിൽ ഈ പറയുന്ന പ്രൈവറ്റ് ഷെയർ ഹോൾഡിംഗ് ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? മുമ്പുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. മുമ്പ് അങ്ങനെ ആയിരുന്നു. മുമ്പൊരു ഷെയർ ഹോൾഡർ ബാങ്ക് ആയിരുന്നു. ഇപ്പോഴുണ്ടോ പ്രൈവറ്റ് ഷെയർ ഉണ്ടോ ആർ ബി ഐയിൽ? ഇല്ല. ഇപ്പൊ ആർ ബി ഐ 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺഡാണ്. ഓക്കെ, അതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്, പക്ഷേ 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലാണ്. പിന്നെ ഈ പറഞ്ഞ ആക്സിസ് ബാങ്കിലൊക്കെ LIC ഒക്കെ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അതിൽ LICയിൽ എന്തുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പൊ ആക്സിസ് ബാങ്കിന്റെ കുറെ ഷെയർക്ക് ആക്ച്വലി ഗവൺമെന്റിന്റെ കയ്യിലാണ്. എന്നിരുന്നാൽ പോലും മെജോറിറ്റി അതൊരു പ്രൈവറ്റ് ബാങ്കാണ്. ഓക്കെ, അപ്പൊ ചില പ്രൈവറ്റ് ബാങ്കിൽ എന്തുണ്ട്? ഈ പറയുന്ന ഗവൺമെന്റ് ഷെയർ ഉണ്ട്. അതിൽ ICICI ബാങ്ക് തുടക്കത്തിൽ എന്തായിരുന്നു? ഒരു ഗവൺമെന്റ് സ്ഥാപനമായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റിന് മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഉള്ള സ്ഥാപനമായിരുന്നു. അത് ഈ പറയുന്ന എന്താണ്, LPG സമയത്തൊക്കെ എന്ത് ചെയ്തു? റിഫോംസിന്റെ സമയത്തൊക്കെ എന്ത് ചെയ്തു? കുറെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവാം കേട്ടോ. പ്രൈവറ്റ് ബാങ്കിൽ ഒന്നുണ്ട് കുറച്ചൊക്കെ ഗവൺമെന്റ് ഷെയർ ഉണ്ടാവാം. PSB ഇത്രയേ ഉള്ളൂ. മെജോറിറ്റി ആരായിരിക്കണം? സർക്കാർ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടേ പറയുന്നതൊക്കെ? അപ്പോ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കാര്യത്തിൽ RBIയുടെ റെഗുലേഷനും സൂപ്പർവിഷനും എങ്ങനെയാണെന്ന് നോക്കാം. A license is required from RBI to commence banking operations, opening of new bank branches and closing of branches or change in the location of existing branches. അതായത് അപ്പോ ഈ പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക് ആവാനുള്ള ലൈസൻസിന് അപ്ലൈ ചെയ്യാം. നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്ന സ്ഥാപനത്തിന് ബാങ്കിങ് ലൈസൻസ് കിട്ടിയെന്നൊക്കെ. അപ്പോൾ RBIയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു കൊമേഴ്സ്യൽ ബാങ്കിന് അവരുടെ ബാങ്കിങ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ RBI ലൈസൻസ് എന്തിനൊക്കെ ആവശ്യമാണ്? ബാങ്കിങ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും, പുതിയ ബാങ്ക് ബ്രാഞ്ചസ് തുടങ്ങാനും, പിന്നെ ഉള്ള ബ്രാഞ്ച് ക്ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള ബ്രാഞ്ചിന് വേറൊരു മാറ്റാൻ, ഇതിനൊക്കെ എന്ത് വേണം? RBIയുടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ RBI റെഗുലേറ്റ്സ് മെർജർ, അമാൽഗമേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്ക്സ്. ബാങ്കുകളുടെ മെർജർ മീൻസ് രണ്ട് ബാങ്കുകൾ ലയിക്കൽ. രണ്ട് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ലയിച്ചൊരൊറ്റ ബാങ്കായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, ബാങ്കുകളൊക്കെ ലയിക്കാറുണ്ട്. അങ്ങനെ രണ്ട് ബാങ്കുകൾ ലയിക്കുമ്പോൾ അതിനാര് റെഗുലേറ്റ് ചെയ്യും? RBI റെഗുലേറ്റ് ചെയ്യും. അതുപോലെ അമാൽഗമേഷൻ മീൻസ് എന്താണ്? കുറെ ബാങ്കുകൾ എന്ത് ചെയ്യും? കൂടിച്ചേർന്ന് ഒറ്റ വലിയ ബാങ്കായിട്ട്, അതാണ് അമാൽഗമേഷൻ. ഓക്കെ, ഒറ്റ വലിയ ബാങ്കായിട്ട് മാറും, അതാണ് അമാൽഗമേഷൻ. ഇപ്പൊ നമ്മള് മെർജർ മീൻസ് എന്താണ്? ഒരു വലിയ ബാങ്കിൽ ഒരു ചെറിയ ബാങ്ക് ലയിക്കുന്നതാണ് കേട്ടോ, അതാണ് മെർജർ. അതാണ് വ്യത്യാസം. IOB സർക്കാർ ബാങ്കാണ്, ഐ മീൻ പബ്ലിക് സെക്ടർ ബാങ്കാണ് കേട്ടോ, പ്രൈവറ്റ് അല്ല, അത് സർക്കാർ ബാങ്കാണ്. അപ്പോ ഈ മെർജർ മീൻസ് ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഈ SBT അതേപോലെ എന്താണ് SBM ഒക്കെ ലയിച്ചില്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ഒക്കെ ലയിച്ചില്ലേ? അതാണ് മെർജർ. ഓക്കെ, ബാങ്കിങ് മെർജർ. അമാൽഗമേഷൻ മീൻസ് എല്ലാം കൂടെ മെർജായി ഒരു വലിയ ബാങ്കായിട്ട് മാറുന്നതാണെന്ന് തോന്നുന്നു അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം ആണ് ഏകദേശം. പിന്നെ വൈൻഡിങ് അപ്പ്. എന്താണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്? ബാങ്ക് അതിന്റെ വർക്കിംഗ് അവസാനിപ്പിക്കണം, പ്രവർത്തനം നടത്തി പൂട്ടുകയാണ്. അതാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാങ്ക് മെർജ് ചെയ്യുന്നതിനും ക്ലോസ് ആക്കൽ അത് തന്നെ. ബാങ്ക് മെർജ് ചെയ്യുന്നതും അമാൽഗമേഷനും വൈൻഡിങ് അപ്പ് ആര് റെഗുലേറ്റ് ചെയ്യും? RBI റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നതായിട്ട് പോകുമ്പോഴത്തേക്കും പബ്ലിക് സെക്ടർ ബാങ്കിന്റെ കാര്യത്തിൽ RBIയുടെ നിയന്ത്രണം കുറച്ച് കുറയും. കാരണം അവിടെ ഗവൺമെന്റിന് എന്തുണ്ട്? ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ RBIയുടെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം പബ്ലിക് സെക്ടർ ബാങ്കിന്റെ കാര്യത്തിൽ കുറച്ച് കുറവാണ് കമ്പയർഡ് ടു പ്രൈവറ്റ് ബാങ്ക്സ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക നിങ്ങൾ. ജസ്റ്റ് ഒന്ന് പഠിക്കുന്നതായിട്ട് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് ഫോർ ഷിഫ്റ്റിംഗ്, മെർജർ ആൻഡ് ക്ലോഷർ ഓഫ് അർബൻ ബ്രാഞ്ചസ്,
നൗ നോ അപ്രൂവൽ ഈസ് റിക്വയർഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ റെഗുലേഷനിലൊക്കെ കുറെ എന്തുണ്ട്, ഇളവുകളൊക്കെ വന്നിട്ടുണ്ട് പോസ്റ്റ് LPG പീരീഡിൽ. ഓക്കെ, അപ്പൊ ഇപ്പോഴെന്താണ്, ഈ അർബൻ ബ്രാഞ്ചുകൾ ക്ലോസ് ചെയ്യാനോ മെർജ് ചെയ്യാനോ ഷിഫ്റ്റ് ചെയ്യാനോ എന്ത് ചെയ്യണ്ട, അപ്രൂവലിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അതെന്ത് ചെയ്യാം, സ്വന്തമായിട്ട് തന്നെ ബാങ്കിന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, പോയിന്റുകളെല്ലാം മനസ്സിലുണ്ടാവണം, അത്രയേ ഉള്ളൂ. അടുത്ത്, RBI issues various guidelines for directors of banks and also has powers to appoint additional directors on the board of a banking company. അതായത് ഈ ബാങ്കുകളുടെ ഡയറക്ടർമാർക്ക് എന്ത് ചെയ്യും, RBI ഒരുപാട് ഗൈഡ് ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യും. ഈ ബാങ്കിങ് ഈ പർട്ടിക്കുലർ ബാങ്കിന്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ ബാങ്കിങ് കമ്പനികളുടെ ബോർഡ് അറിയാലോ, എല്ലാ കമ്പനിയും വലിയ കമ്പനിക്കും ബോർഡ് ഉണ്ടാവും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ആ ബോർഡിൽ എന്ത് ചെയ്യാം, RBIക്ക് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, RBIക്ക് എന്ത് ചെയ്യാം, ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ. എന്തിനാണ്, ഈ പറയുന്ന പർട്ടിക്കുലർ ബാങ്കിങ് കമ്പനിയുടെ സുതാര്യമായ പ്രവർത്തനത്തിന് വേണ്ടി. ഈ പറയുന്ന ഈ ബാങ്കിങ് മെർജർ കുറെ ഉണ്ട് കേട്ടോ, അതൊരു വലിയൊരു സംഭവമാണ്, നമുക്ക് പഠിക്കാം ഏതൊക്കെ ബാങ്ക് എവിടെയൊക്കെ മെർജായി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ കുറെ ബാങ്കൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ വളരെ എണ്ണത്തിൽ കുറവാണ്. ഇതെല്ലാം ഉണ്ടായിരുന്ന കുറച്ച് ബാങ്കുകളൊക്കെ വലുതായി, ഈ PNBയും അതേപോലെ എന്താണ് കാനറ ബാങ്കൊക്കെ എന്താണ്, ഇതൊക്കെ മെർജായ വലിയ ബാങ്കുകളായില്ലേ, കാര്യം അവരുടെ അക്കൗണ്ട്സ് കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഈ ബാങ്കിങ് മെർജർ ഉള്ളതാണ്, പഠിക്കാം കേട്ടോ. അതൊക്കെ അതും സിലബസിലുണ്ട്. എന്താണ്, ധനകാര്യ സ്ഥാപനങ്ങൾ സെക്ഷനാണ് പഠിക്കാനുള്ള സംഭവം ഈ പറഞ്ഞ ബാങ്കിങ് മെർജർ എല്ലാം. അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറെ സംഭവങ്ങളുണ്ട്, ഈ അസോസിയേറ്റ് ബാങ്കുകൾ മെർജായതും. ഓക്കെ, ഇനിയും ഇതേപോലെ ബാങ്കുകൾ മെർജാവാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു. ഗവൺമെന്റിന്റെ തീരുമാനം പോലെ ഇരിക്കും അതിന്റെ മെർജറിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോ കൊമേഴ്സ്യൽ ബാങ്ക്സ് എക്സെപ്റ്റ് PSBs മീൻസ് പബ്ലിക് സെക്ടർ ബാങ്ക്, പൊതുമേഖലാ ബാങ്കുകൾ. അപ്പൊ പൊതുമേഖലാ ബാങ്കുകൾ ഒഴികെയുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് എന്താണ്, RBIയുടെ പ്രയർ അപ്രൂവൽ വേണം. എന്തിനാണ്, അപ്പോയിന്റ്മെന്റ്, റീഅപ്പോയിന്റ്മെന്റ്, ടെർമിനേഷൻ ഓഫ് ചെയർമാൻ, ഹോൾ ടൈം ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO. അപ്പോ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഇതിന്റെ ആവശ്യമില്ല, അവർക്ക് RBIയുടെ പെർമിഷൻ ഈ കേസിൽ ആവശ്യമില്ല. പക്ഷെ ബാക്കി പ്രൈവറ്റ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് അവരുടെ ചെയർമാനെയോ ഹോൾ ടൈം മുഴുവൻ സമയ ഡയറക്ടർമാരെയോ MDയെയോ CEO ഒക്കെ അപ്പോയിന്റ് ചെയ്യണമെങ്കിലും മാറ്റി അപ്പോയിന്റ് ചെയ്യണമെങ്കിലും അവരുടെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, RBIയുടെ പ്രയർ അപ്രൂവൽ വേണം. ഓക്കെ, RBIയുടെ മുൻകൂർ അനുമതി വേണം. RBI അറിയിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ആവശ്യമില്ല, കാര്യം എന്താണ്, സർക്കാർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് PSBകളെ. ഓക്കെ, പലപ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ ഇടപെടാറുണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കാര്യത്തിൽ. മനസ്സിലായോ അത് കാര്യം? ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്താണ്, ഈ പറഞ്ഞ ഇന്ത്യൻ ഓയിലൊക്കെ പോലെയുള്ള മറ്റ് ഗവൺമെന്റ് കമ്പനികളാണ്. ഓക്കെ, ബാങ്കുകളാണെന്നേ ഉള്ളൂ. ഇപ്പൊ SBI എന്ന് പറഞ്ഞാൽ എന്താണ്, SBI ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോ ONGCയോ പോലെയുള്ള ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? RBI in consultation with the central government can supersede the board of directors of commercial banks except PSBs. ഇവിടെയും again RBIക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഒഴികെയുള്ള മറ്റ് ബാങ്കുകളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റും. സൂപ്പർസീഡ് ചെയ്യാൻ മീൻസ് ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു കാര്യം തീരുമാനിച്ചു, അത് എന്ത് ചെയ്യാൻ പറ്റും, RBIക്ക് നിസാരമായിട്ട് ആ തീരുമാനത്തെ മറികടക്കാൻ പറ്റും. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ഒരു പബ്ലിക് കമ്പനി മീൻസ് എന്താണ്, സർക്കാരിന്റെ കമ്പനി നല്ല അർത്ഥം. ഇപ്പൊ എന്താണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്, അറിയാൻ നോക്കട്ടെ, എന്താണ് പബ്ലിക് കമ്പനി? അത് തന്നെ പ്രജല്യം മിടുക്കൻ. മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആപ്പിളൊക്കെ പോലെയുള്ള ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അതിന്റെ ഷെയർ വാങ്ങിച്ച് അതിന്റെ പാർട്ട് ഓണർ ആവാൻ പറ്റും. അതാണ് പബ്ലിക് കമ്പനി. ഇപ്പൊ റിലയൻസ് പബ്ലിക് കമ്പനിയാണ്, മൈക്രോസോഫ്റ്റ്, ആപ്പിള്, ടെസ്ല അല്ലെങ്കിൽ എന്താണ് കൊക്കക്കോള, ഇതെല്ലാം എന്താണ് പബ്ലിക് കമ്പനികളാണ്. മീൻസ് പൈസ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഷെയർ മാർക്കറ്റിൽ പോയി ഷെയർ വാങ്ങിച്ച് ഇതിന് ഓണർ ആവാൻ പറ്റും. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ പറയും ആപ്പിൾ ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറയും. പക്ഷേ നമ്മളൊരു ബിസിനസ് ടേംസിൽ പറഞ്ഞാൽ ആപ്പിൾ ഒരു പബ്ലിക് കമ്പനിയാണ്, സ്പേസ് എക്സ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ എന്താണ് കോച്ച് ഇൻഡസ്ട്രീസ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്.
അതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രൈവറ്റ് കമ്പനികളിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ വില്ലിംഗ് ആയിട്ട് ഷെയർ പുറത്ത് വിറ്റാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ. പബ്ലിക് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റോക്ക് മാർക്കറ്റ് ഡെയിലി എന്ത് ചെയ്യും, ആൾക്കാർ ഇതിന്റെ ഓണർഷിപ്പ് നമ്മൾ ഷെയർ എന്ന് വിളിക്കും, ഷെയറിനെ എന്ത് ചെയ്യും, വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. ഒരാളിന് 0.004% ഒക്കെ എന്ത് കാണത്തുള്ളൂ, കമ്പനിയുടെ ഓണർഷിപ്പ് കാണുന്നില്ല, അത്രയൊന്നും കാണില്ല. ആപ്പിളൊക്കെ വളരെ വളരെ വലിയ കമ്പനിയാണ്. അപ്പൊ ആപ്പിളിന്റെ ഒരു 5 ഷെയർ ഒക്കെ വാങ്ങിച്ചാൽ എത്രയേ കാണത്തുള്ളൂ, അതിന്റെ 0.00000 കുറെ പോയിട്ട് ഒരു ചെറിയ പെർസെന്റേജ് കാണത്തുള്ളൂ. ഓക്കെ, ഇതാണ് എന്തോന്നു ഒരു പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പൊ മുകേഷ് അംബാനിക്കും ഫാമിലിക്കും ഈ മൊത്തം ഓണർഷിപ്പ് ഒന്നും ഇല്ല റിലയൻസിന്റെ. അവർക്ക് എത്ര ഒരു പർട്ടിക്കുലർ പെർസെന്റേജ്, 50% അറൌണ്ട് അത്രയും ഓണർഷിപ്പേ ഉള്ളൂ. അപ്പൊ ബാക്കി ആരുടെ കയ്യിലാണ്, എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ ആൾക്കാരിലാണ്. അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഷെയർ വാങ്ങിക്കാൻ പറ്റും. അതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പബ്ലിക് കമ്പനി മീൻസ് എന്താണ്, സർക്കാരും തെറ്റിപ്പോയില്ല, സോറി, പബ്ലിക്കിന് ഷെയർ വാങ്ങാൻ പറ്റുന്ന കമ്പനി. സ്പേസ് എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതേപോലെ ഷെയർ വാങ്ങാൻ പറ്റത്തില്ല. അതിന് എന്ത് ചെയ്യണം, ഇലോൺ മസ്കും മറ്റാൾക്കാരും ഒക്കെ എന്ത് ചെയ്യണം, അവിടെ അവർ തന്നെ വില്ലിംഗ് ആയിട്ട് ഷെയർ തരണം. അതുപോലെ നമുക്ക് പബ്ലിക് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, അതിന്റെ ഷെയറിന്റെ വാല്യൂ എത്രയാണ്, അതിന്റെ അസറ്റ് എത്രയാണ് നമുക്ക് അറിയാൻ പറ്റും. അതെന്താണ്, എപ്പോഴും ലിസ്റ്റഡ് ആണ്. നമ്മൾ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല ഇപ്പൊ ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, ടെസ്ലയുടെ ഷെയറിന്റെ വാല്യൂ എത്രയാണെന്നൊക്കെ. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്യണമെന്നില്ല, ഇതൊന്നും പബ്ലിഷ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു രേഖ അവർ കാണിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇതാണ് പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഈ പറഞ്ഞ രണ്ടും പ്രൈവറ്റ് കമ്പനികളാണ്, പക്ഷെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് പറയാൻ കാരണം ഈ പബ്ലിക് കമ്പനികളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ബേസിസിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പോ ഈയിടെ നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മളെ ട്വിറ്ററിന് എന്ത് ചെയ്തു, കുറെ വലിയ ഷെയർ ഇലോൺ മസ്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് എന്ത് ചെയ്തു, അതിന്റെ ബോർഡിൽ കയറി. അപ്പൊ പുള്ളി അതിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡർ ആയപ്പോ എന്ത് ചെയ്തു, ഈ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. പക്ഷെ നമ്മുടെ ഷെയർ കൂടും, നമ്മുടെ വോട്ടിംഗ് റൈറ്റ്സും കൂടും. പുള്ളി എന്ത് ചെയ്തു, അതിന്റെ ബോർഡിൽ കയറിയിട്ട് അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ അടിച്ചു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, കമ്പനി പുള്ളിയുടെ പേരൊക്കെ മാറ്റി എക്സ് എന്നൊക്കെ ആക്കി ട്വിറ്ററിനെ. അതെന്താ, എന്നിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയത്, പുള്ളി അതിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡർ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ഷെയറിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നമുക്ക് അംഗത്വം കിട്ടുന്നത്. അപ്പോ ഈ പ്രൈവറ്റ് ബാങ്കുകൾ സെയിം ആട്ടോ. യെസ് ബാങ്ക് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്, അതൊരു ബാങ്കും കൂടെ ആണെന്നേ ഉള്ളൂ. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോർഡിലേക്ക് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ബോർഡാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ സിഇഒ ആരായിരിക്കണം, ഡയറക്ടർ ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ അങ്ങനെയുള്ള ബോർഡ് തീരുമാനിക്കുന്ന ഒരു തീരുമാനം പോലും എന്ത് ചെയ്യാം, RBIക്ക് സൂപ്പർസൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ കുറച്ച് അധികം കഥ പറഞ്ഞു, തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് തന്നെ ഈ പറയുന്ന യെസ് ബാങ്കിലൊക്കെ എന്തുണ്ട്, എനിക്ക് തോന്നുന്നു SBI പോലത്തെ ചില പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കാണ് ഷെയർ ഉണ്ട് കേട്ടോ. കാര്യം ഇടയ്ക്ക് നഷ്ടത്തിലായി പൂട്ടാറായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, RBI ഇടപെട്ട് എന്ത് ചെയ്തു, അതിനെ രക്ഷിച്ചായിരുന്നു യെസ് ബാങ്കിന്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെയുള്ള കുറച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ യെസ് ബാങ്കിന് ഷെയർ വാങ്ങിച്ചായിരുന്നു. ഓക്കെ, യെസ് ബാങ്ക് ഉദാഹരണം പറഞ്ഞാണ്. ബാക്കിയുള്ള പ്രൈവറ്റ് ബാങ്കുകൾ എന്താണ്, പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളാണ്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഷെയറൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഷെയർ മാർക്കറ്റിൽ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഈ കഥയെല്ലാം പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് കിട്ടണമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുകയല്ല, അത് കാണാൻ പഠിക്കാൻ ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് സെക്ടർ ബാങ്കിന്റെ കാര്യത്തിൽ RBIക്കുള്ള അധികാരങ്ങൾ പരിമിതമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ കാരണം എന്താണ്, പബ്ലിക് സെക്ടർ ബാങ്കുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെയും RBIയുടെയും ഡ്യുവൽ റെഗുലേഷന്റെ അണ്ടറിലാണ്. അവിടെ സർക്കാരിന് എന്തുണ്ട്, നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. നേരത്തെ പറഞ്ഞ ബോർഡിന്റെയും സിഇഒയുടെയും കാര്യത്തിലൊക്കെ എന്ത് ചെയ്യും, സർക്കാർ ഇടപെടും. ഇതേപോലെ RBIക്കും ഇടപെടാം. രണ്ടുപേർക്കും എന്തുണ്ട്, ഡ്യുവൽ റെഗുലേഷൻ ഉണ്ട്. ഓക്കെ, RBI's powers are curtailed regarding PSBs, where RBI cannot remove directors and management, cannot supersede banks board, and does not have the power to force a merger or trigger liquidation. അതായത് RBIയുടെ അധികാരങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കാര്യത്തിൽ എന്താണ്, കുറച്ച് പരിമിതമാണ്. കാരണം RBIക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, PSBയുടെ ഡയറക്ടർമാരെയോ അതിന്റെ മാനേജ്മെന്റിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ബോർഡിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൂപ്പർസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത്
SBIയുടെ ബോർഡ് എന്ത് ചെയ്തു? ഒരു കാര്യം തീരുമാനിച്ചു. RBIക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ എതിർത്തുകൊണ്ട് വേറെ കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. അതുപോലെ RBIക്ക് ഒരു പബ്ലിക് സെക്ടർ ബാങ്കിനെ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ വേറൊരു ബാങ്കിനെ മെർജ് ചെയ്യിക്കാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മെർജർ എല്ലാം ചെയ്തത് ആരാണ്? നമ്മുടെ ധനകാര്യ മന്ത്രാലയം, സർക്കാരാണ് ചെയ്തത്. ഓക്കെ. അതൊരു ഗവൺമെന്റ് പോളിസി ആയിരുന്നു. എന്താണ്? സ്റ്റേറ്റ് ബാങ്കിന് അസോസിയേറ്റ് ബാങ്കുകളെ എല്ലാം ലയിപ്പിക്കുക. അതായത് 2014 മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അവരുടെ ഒരു നയം എന്താണ്? ഇത്രയും ബാങ്കുകളുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ബാങ്കുകൾ മതി. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഉള്ള ബാങ്കുകളൊക്കെ മറ്റേവരെ ലയിക്കുക ആണ് അവർ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു? ഒരു 2 സ്റ്റെപ്പ് വലിയ ലയനമൊക്കെ നടത്തി, അല്ലേ? അപ്പോ അതൊരു ഗവൺമെന്റ് പോളിസി ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? RBI അവിടെ എന്ത് ചെയ്തിരുന്നില്ല? RBI ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആയിരുന്നു. അല്ലാതെ RBI അവിടെ എന്ത് ചെയ്തില്ല? തീരുമാനം എടുത്തില്ല. കാരണം RBIക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളെ മെർജ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അതുപോലെ അതിന് ലിക്വിഡേഷൻ ട്രിഗർ ചെയ്യാൻ പറ്റില്ല. ലിക്വിഡേഷൻ എന്താണ്? ഇതിന്റെ ഷെയറുകളൊക്കെ വിറ്റ് എന്ത് ചെയ്യുക? ഷെയറുകളൊക്കെ വിപ്പിക്കൽ, അതാണെന്ന് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, RBIക്ക് പറ്റത്തില്ല. ആരുടെ കാര്യത്തില്? പബ്ലിക് സെക്ടർ ബാങ്കിന്റെ കാര്യത്തിൽ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇത്രയേ ഉള്ളൂ, ഒറ്റ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ PSBകളുടെ കാര്യത്തിൽ RBIയുടെ അധികാരങ്ങൾ പരിമിതമാണ്. Also, PSB's banking activity does not require license from RBI and hence RBI cannot revoke licenses of PSBs. അതായത് ഇമ്പോർട്ടന്റ് ആണ്. PSBക്ക് എന്ത് വേണ്ടേ? RBI ലൈസൻസ് ആവശ്യമില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ RBIക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? PSBകളുടെ ലൈസൻസ് ഒന്നും റദ്ദാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ ലൈസൻസ് എന്ത് ചെയ്യാം? വേണമെങ്കിൽ റദ്ദാക്കാൻ പറ്റും. ആർക്ക്? RBI. അവർ RBIയുടെ റെഗുലേഷൻ ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവരുടെ ലൈസൻസ് റദ്ദാക്കാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്രയും? മനസ്സിലായോടെ? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് കുറച്ചൊരു വിശാലമായ ഒരു ഏരിയയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് വീണ്ടും വീണ്ടും. ഓക്കെ, അടുത്തത് നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള സാധനമായിരിക്കും ഇത്. RBI എന്ത് ചെയ്യും? ബാങ്കുകളെടുത്ത് CRR, SLR പോലെയുള്ള റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. എന്താണ് CRR, എന്താണ് SLR? പറയും. ഇവിടെ കീടാണ് പറഞ്ഞു, ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ. അപ്പൊ എന്താണ് CRR, എന്താണ് SLR? നിങ്ങൾ തന്നെ പറയൂ. അല്ല, അതൊക്കെ. CRR എന്താണെന്ന് പറയൂ പ്രജിൽ. SLR എന്താണെന്ന് പറയും. അതായത് SLR മീൻസ്, ഇപ്പൊ ബാങ്കിന്റെ അസറ്റ് ഉണ്ടല്ലോ, ബാങ്കിന്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയാം. ആ ക്യാഷ് മൊത്തം എടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബാങ്കിന് ലോണൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് തന്നെ ഇവിടെ കീഴാണ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കീഴാണ് യുവർ കറക്റ്റ്. SLRന്റെ കാര്യത്തിൽ അഞ്ജലി വിജയൻ പറഞ്ഞതും കറക്റ്റാണ് ഒരു പരിധി വരെ. അതായത് നമ്മുടെ ഇപ്പൊ ബാങ്കിനൊരു കുറെ പൈസ കയ്യിലുണ്ടല്ലോ, ഈ പൈസ എന്ത് ചെയ്യാൻ പറ്റില്ല? മൊത്തം എടുത്ത് ബാങ്കിന് ലോൺ കൊടുക്കാനൊന്നും പറ്റൂല. അതില് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് എന്ത് ചെയ്യണം? റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. അതാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. കരുതൽ ധന അനുപാതം എന്ന് മലയാളത്തിൽ പറയും. കരുതൽ ധന അനുപാതം. ഓക്കെ, ഈ മലയാളം ഒന്നും ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ തർജ്ജമയിലൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിരിക്കുക. ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് ഈ ബാങ്കിന്റെ എന്താണ് ഫിനാൻഷ്യൽ ഹെൽത്തിന് വേണ്ടി ബാങ്ക് എന്ത് ചെയ്യണം? കുറച്ച് ക്യാഷ് CRR ആയിട്ട് എന്ത് ചെയ്യണം? ഇത് RBI കൊണ്ട് കൊടുക്കണം. മനസ്സിലായോ? CRR ആണ് വയ്ക്കുന്നത്, RBI കൊണ്ട് സൂക്ഷിക്കണം. ഓക്കെ. ഇനി SLR എന്ന് പറയുന്നേ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത്രയേ ഉള്ളൂ. ലിക്വിഡ് മണി മീൻസ് എന്താണ് ലിക്വിഡ് മണി എന്ന് പറയുന്നത്? എന്നുവെച്ചാൽ ഹൈലി ലിക്വിഡായ ഫോമിൽ
ഇപ്പൊ സ്റ്റോക്കും ബോണ്ടൊന്നും എന്തല്ലേ ലിക്വിഡ് അല്ല. ഗോൾഡൊക്കെ ലിക്വിഡാണ്. അതേപോലെ എന്താണ് മണി തന്നെ ലിക്വിഡാണ്. നമ്മുടെ ലിറ്ററൽ കാശില്ലേ, നോട്ട്, അത് ലിക്വിഡാണ്. അപ്പോ ബാങ്ക് ഈ CRRന് പുറമെ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത പെർസെന്റേജ് ഓഫ് അസറ്റ് എന്ത് ചെയ്യണോടെ ഈ ലിക്വിഡായിട്ട് സൂക്ഷിക്കണം, ലിക്വിഡ് മണിയായിട്ട് കൈ വെച്ചിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവർ ബുദ്ധിമുട്ടാതെ അവർക്ക് എന്ത് ചെയ്യാം, അത് തരണം ചെയ്യണ്ടേ. അതിനുവേണ്ടി എന്ത് ചെയ്യാം, SLR അവര് കീപ്പ് ചെയ്യണം. പിന്നെ SLRനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഇവിടെ കീഴാണ് ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഗവൺമെന്റ് സെക്യൂരിറ്റി മീൻസ് ഇപ്പോൾ ഈ T-ബില്ലൊക്കെ ആണ്, ട്രഷറി ബില്ലൊക്കെ എന്ത് ചെയ്യാം, RBIക്ക് അല്ല RBIകള് ട്രഷറി ബില്ല് എന്ത് ചെയ്യും, സർക്കാരിന് എന്ത് ചെയ്യും, സർക്കാർ ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യും. അപ്പൊ ഒരു ബാങ്ക് എന്ത് ചെയ്യും, ആ ബില്ല് വാങ്ങിച്ചിട്ട് പകരം സർക്കാരിന് കാശ് കൊടുക്കും. അപ്പൊ സർക്കാരിന് എന്ത് ചെയ്യും, കുറച്ചൊരു പൈസ കിട്ടും. അതാണ് T-ബില്ല് എന്ന് പറയുന്നത്. ഇത്രയുള്ള സ്കീം. അപ്പൊ ഈ ഒരു T-ബില്ല് SLRന്റെ ഭാഗമായിട്ട് RBI കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, T-ബില്ല് ഒരു ബാങ്ക് വാങ്ങുമ്പോൾ അതെന്താണ് SLR ആയിട്ട് കൂട്ടും. ഓക്കെ, SLR കുറെ സംഭവം വരുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഗോൾഡൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതേപോലെ. അപ്പോ ഇതേപോലെ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ച് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഈ പറയുന്ന T-ബില്ലൊക്കെ പോലത്തെ. ഇതൊക്കെ എന്താണ് SLRന്റെ പാർട്ടായിട്ട് നമ്മൾ കൂട്ടാറുണ്ട്, നമ്മളല്ല RBI കൂട്ടാറുണ്ട്. അപ്പോ സംഭവം ഇത്രേ പറയുന്നുള്ളൂ. RBI നിഷ്കർഷിച്ചിട്ടുള്ളത് പോലെ ബാങ്കുകൾ അവരുടെ അസറ്റിന്റെ ഒരു കൊമേഴ്സ്യൽ പേപ്പർ അത് തന്നെ കൊമേഴ്സ്യൽ പേപ്പർ, അതേപോലെ T-ബില്ല്, ഇതൊക്കെ ഉണ്ട്, കുറെ സംഭവമുണ്ട്. ഇതൊക്കെ എന്താണ്, കൊമേഴ്സ്യൽ പേപ്പറും T-ബില്ലൊക്കെ എന്താണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പഠിക്കാതൊക്കെ ചെറിയ ടോപ്പിക്കാണ്, പെട്ടെന്ന് തീരും. അപ്പോ ഇതൊക്കെ എന്താണ് SLRന്റെ പാർട്ടായിട്ട് കൂട്ടും. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. കുറച്ച് പെർസെന്റേജ് എന്ത് ചെയ്യണം, ക്യാഷ് എന്ത് ചെയ്യണം, ലിക്വിഡ് ആയിട്ട് ഈ T-ബില്ലായിട്ടോ ഗോൾഡായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും RBI പറയുന്ന ലിക്വിഡ് ഫോമിൽ സൂക്ഷിക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ക്യാഷ് റിസർവ് മീൻസ് എന്ത് ചെയ്യുക, റിസർവ് പൈസ വെച്ചിരിക്കുക. ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് 50,000 ശമ്പളം ഇടും, നമ്മൾ എന്ത് ചെയ്യും, 50,000 സ്പെൻഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കുറച്ച് എന്ത് ചെയ്യണം, സേവിങ്സ് ആയിട്ട് മാറ്റി വെച്ചേക്കണം, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, അല്ലേ? അതുപോലെ എന്ത് ചെയ്യണം, ബാങ്കുകൾ അവരുടെ ഒരു എമർജൻസി മുൻനിർത്തി എന്ത് ചെയ്യണം, കുറച്ച് ക്യാഷ് റിസർവ് ആയിട്ടും കുറച്ച് എന്ത് ചെയ്യണം, SLR ആയിട്ടും മാറ്റി വെക്കണം. ഈ CRR SLR ഒക്കെ എന്താണ്, നമ്മുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതേപോലെ ബാങ്ക് റേറ്റ്, MSFL റേറ്റ് ഒക്കെ പോലെ എന്ത് ചെയ്യും, ബാങ്ക് RBI എന്ത് ചെയ്യൂടെ റിവൈസ് ചെയ്യാറുണ്ട്, അല്ലേ, പീരിയോഡിക്കലി, 3 മാസത്തിലൊരിക്കൽ. അതൊക്കെ അറിയാലോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന SLR CRR ഒക്കെ എന്ത് ചെയ്യാം, ഈ റേറ്റുകളൊക്കെ പഠിക്കാം വിശദമായിട്ട്. നിങ്ങൾ ഉടനെ പഠിക്കും റേറ്റുകളൊക്കെ. ഓക്കെ, മനസ്സിലായല്ലോ അത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. RBI എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകളെടുത്ത് CRRും SLRും പോലെയുള്ള റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അടുത്ത് The interest rate on most of the categories of deposits and lending have been deregulated and are largely determined by banks. But RBI regulates the interest rate on NRI deposits, export credits, and a few other categories. 1991 LPG റിഫോംസ് വന്ന സമയത്ത് എന്ത് ചെയ്തു, അതിനു മുമ്പ് RBI എന്ത് ചെയ്തിരുന്നത്, ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റും ഈ നമ്മൾ ലോൺ ഗ്രൂപ്പിന്റെ പലിശ നിരക്കൊക്കെ എന്ത് ചെയ്യുന്നത് തീരുമാനിച്ചിരുന്നത്. അതൊക്കെ എന്ത് ചെയ്തു, ഡീറെഗുലേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ എന്ത് ചെയ്യാം, ബാങ്കുകൾക്ക് തന്നെ തീരുമാനിക്കാം ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്രത്തോളം എന്തില്ല, റെഗുലേഷൻ ഒന്നും ഇല്ല പഴയ പോലെ. എന്നിരുന്നാൽ പോലും RBI എന്ത് ചെയ്യാൻ പറ്റും, NRI ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റും ഈ ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പരിമിതമായ രീതിയിൽ എന്തുണ്ട്, റെഗുലേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന പലിശ നിരക്കുന്ന ഒരു പരിധിക്കപ്പുറത്ത് കൂടാൻ പാടില്ലെന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ലോണിന് ഈ പറയുന്ന ക്രെഡിറ്റ് ബിയിലെയോ നേവിയിലെയോ ക്രെഡിറ്റിലെയോ ലോണിന്റെ പലിശ ഒന്നും കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പലിശ കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണ്, അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ പെർസെന്റേജിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്രെഡിറ്റ് കാർഡിന്റെ പലിശ കണ്ടുണ്ടാവുമല്ലോ, ഭയങ്കര ഹൈ ആയിരിക്കും. അതിന്റെ കാരണം എന്താ, ക്രെഡിറ്റ് കാർഡിന് പറഞ്ഞിട്ടുള്ള ആ ഒരു പലിശയുടെ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലായതുകൊണ്ടാണ്. ഇപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, മാക്സിമം പിടി ചെയ്യാൻ നോക്കും. അത്രയേ ഉള്ളൂ സംഭവം. ഇതൊക്കെ ആരാ നിശ്ചയിക്കുന്നത്, RBI ആണ്. ഇത് RBI ഒരു എന്ത് പറയും, ഒരു ലിമിറ്റ് പറയും. ബാക്കി എന്ത് ചെയ്യാം, ബാങ്കുകൾക്ക് അവരുടെ ബിസിനസ് പോലെയും അവരുടെ ഒരു പോളിസി ഉണ്ടാവുമല്ലോ, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെയൊക്കെ അവർക്ക് നിർണ്ണയിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പൊ പണ്ടുണ്ടാകുന്ന അത്ര ഫ്രീഡം ഒന്നും RBIക്ക് ഇപ്പൊ ഇല്ല. ഓക്കെ, അടുത്ത്
RBI prescribes prudential norms to be followed by banks in several areas of their operations. Some of the prudential norms are asset classification, income recognition, provisioning, capital adequacy, etc. അതായത് RBI എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ എടുത്ത് ചില prudential norms ഫോളോ ചെയ്യാൻ പറ്റുന്നത്. എന്താണ് prudential എന്നാണ് അർത്ഥം? പറയൂ, വാട്ട് ഡു യു മീൻ ബൈ prudential? നമുക്ക് മലയാളത്തിൽ എന്തെന്ന് പറയാം? മിതത്വം എന്ന് പറയാം. അതായത് ഒരു സൂക്ഷിച്ച് ചിലവാക്കുക, അതാണ് ഇതിന്റെ അർത്ഥം. prudential മീൻസ് എന്താണ്? ഒരു നോക്കിയും കൊണ്ടൊക്കെ ചിലവാക്കൽ. ധനമൊക്കെ എന്ത് ചെയ്യുക, ഒരു നോക്കി ചിലവാക്കൽ, അതാണ് prudential. ഓക്കെ, ഒരു prudential person മീൻസ് someone who is എന്താണ്, കോഷ്യസ് അബൌട്ട് മണി, എത്ര അർത്ഥമുള്ളൂ. അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യുക, അവരുടെ അസറ്റൊക്കെ നോക്കിയും കണ്ട് ചിലവാക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ പെടുന്ന ഏതൊക്കെയാണ്? അസറ്റ് ക്ലാസിഫിക്കേഷൻ, ഇൻകം റെക്കഗ്നിഷൻ, പ്രൊവിഷനിങ്, ക്യാപിറ്റൽ അഡിക്വസി, എക്സെട്ര. ഇതൊന്നും എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ എന്താണ്? RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന prudential നോംസ് ആണ്. ഓക്കെ, അസറ്റ് ക്ലാസിഫിക്കേഷൻ, ഇൻകം റെക്കഗ്നിഷൻ, പ്രൊവിഷനിങ്, ക്യാപിറ്റൽ അഡിക്വസി. ഇത്രയും ഡീപ്പായിട്ടൊന്നും ചോദ്യങ്ങൾ വരില്ല. സാധാരണ വരാറുള്ള എന്തൊക്കെയാണ്? ഈ ഫംഗ്ഷൻസും അതേപോലെ നമ്മൾ ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. To prevent money laundering through the banking system, banks are required to carry out Know Your Customer or KYC exercise for all their customers to establish their identity and report suspicious transactions to authorities. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പേടിഎമ്മിലൊക്കെ എന്ത് ചെയ്യും, KYC ചെയ്യാൻ പറയും. അല്ലെ, ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ടുണ്ടോ നിങ്ങൾ? ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടോ? ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യും, ചില ബാങ്കുകൾ ബ്രാഞ്ചിൽ പോകാൻ പറയും. ചിലരെന്ത് ചെയ്യും, ഒരു ഏജന്റ് വീട്ടിൽ വന്ന് KYC ചെയ്യും. ചിലരെന്ത് ചെയ്യും, ഇവിടെ മറ്റേ വീഡിയോ കോൾ വഴി എന്ത് ചെയ്യും, കുറച്ച് ഹിന്ദിക്കാർ നമ്മളെ KYC ചെയ്യില്ല, നമ്മുടെ പാൻ കാർഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറയും. കണ്ടിട്ടുണ്ടോ അത്? അല്ല, അവർ ഫോട്ടോ എടുത്തോളൂ, നമുക്ക് പാൻ കാർഡ് മേശപ്പുറത്ത് വയ്ക്കാൻ പറയും. പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കും, അറിയാമല്ലോ, ഒപ്പം ഫോട്ടോ എടുക്കും. അതാണെന്ന് തോന്നുന്നു KYC. അപ്പൊ KYC എന്താണ്? ഈ തട്ടിപ്പുകൾ തടയാനായിട്ട് ഈ രജിസ്റ്റർ ചെയ്ത ആൾ തന്നെയാണ് ഈ അക്കൗണ്ടോ അല്ലെങ്കിൽ ലോണോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ എടുക്കുന്ന ഉറപ്പുവരുത്താനായിട്ട് എന്ത് ചെയ്യും, കസ്റ്റമറെ നോക്കി മാത്രം എന്ത് ചെയ്യാൻ, ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധനകാര്യ സർവീസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, KYC ചെയ്യാൻ പറയാം. KYC നിർബന്ധമാണ്. അത് തന്നെ ഓൺലൈൻ ലോൺ കേസിലൊക്കെ എന്തുണ്ട്, KYC വേണം. നമ്മൾ നാവിയിലോ ക്രെഡിറ്റിലോ ലോൺ വേണമെങ്കിൽ എന്ത് ചെയ്യണം, KYC വേണം. ഇപ്പൊ ചിലതിലൊക്കെ ആധാർ ബേസിൽ KYC ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ആധാറിന്റെ OTP കൊടുത്ത് എന്ത് ചെയ്യും, തന്നെ നമ്മളെ ഫിംഗർ പ്രിന്റ് കണ്ണിന്റെ കളർ വരർക്ക് കിട്ടുമല്ലോ. അങ്ങനെ എന്ത് ചെയ്യും, KYC കംപ്ലീറ്റ്. അങ്ങനെയുണ്ട്. ചിലയിടത്തൊക്കെ ആധാർ KYC വേണം, അല്ലാതെയുള്ള KYC അല്ലെങ്കിൽ ബ്രാഞ്ചിലുള്ള നേരിട്ടുള്ള KYC വേണം. ഓക്കെ, അപ്പൊ KYC സ്ട്രിക്റ്റ് ആണ്. അപ്പൊ KYC നോംസ് ഒക്കെ ആരാണ് എൻഫോഴ്സ് ചെയ്യുന്നത്? RBI ആണ്. എന്തിനാണ്? ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതേപോലെ ഈ സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ റിപ്പോർട്ട് ചെയ്യാനുമാണ്. ഓക്കെ, GPayയിലുണ്ട്, എല്ലാത്തിനും പേടിഎമ്മിലൊക്കെ ഈ പറഞ്ഞ സാധനം വേണം. ഓക്കെ, അതാണ് KYC. പിന്നെ ഒരു പോയിന്റ് ഉണ്ട്, RBI ഹാസ് സെറ്റ് അപ്പ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്, DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഇതൊരു RBIയുടെ 100% ഉടമസ്ഥതയിലുള്ള ഒരു എന്താണ്, സബ്സിഡിയറിയാണ്. ഇതെന്തിനാണ് കൊണ്ടുവന്നത്? ഈ പറയുന്ന നമ്മുടെ ചെറുകിട നിക്ഷേപകർ, നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും, ഈ ബാങ്കിലെ കൊണ്ട് പൈസ ഇടും. ഇപ്പൊ ബാങ്ക് പൊളിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ മാറി നോക്കിയിരിക്കുമോ? ഇല്ല. എന്ത് ചെയ്യും, നമുക്ക് എന്ത് വേണം, നഷ്ടപരിഹാരം കിട്ടണ്ടേ? അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഈ പറയുന്നത് നമ്മളെ പോലെയുള്ള ചെറുകിട നിക്ഷേപകരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി RBI തുടങ്ങിയ സ്ഥാപനമാണ് ഏത്, DICGC എന്ന് പറയുന്നത്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? അപ്പോ ഒരു ബാങ്ക് പൊളിഞ്ഞു അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആയി. ബാങ്ക്രപ്റ്റ് മീൻസ് പൊളിയുക. ഓക്കെ, പൊളിയുമ്പോ എന്ത് ചെയ്യും, ഈ DICGC എന്ത് ചെയ്യും, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. ആർക്കാണ്? ബാങ്കില് നിക്ഷേപിച്ച ആൾക്കാർക്ക്. ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്രയാണ്ടേ? 5 ലക്ഷം വരെ എന്ത് കിട്ടത്തുള്ളൂ, ഈ പറയുന്ന ഇൻഷുറൻസ് കിട്ടുള്ളൂ.
ഇതിനകത്ത് പ്രിൻസിപ്പിളും അതേപോലെ ഇൻട്രസ്റ്റും ചേർത്തിട്ടാണ്. നമ്മുടെ മുതലും പലിശ അടക്കം എത്രയാണ്? 5 ലക്ഷം വരെ ഒരു ഡെപ്പോസിറ്റർക്ക് ഒരു ബാങ്കിൽ നിന്ന് കിട്ടും. അതാണ് പ്രത്യേകത. ശ്രദ്ധിക്കുക, ഒരു ഡെപ്പോസിറ്റർക്ക് ഇപ്പൊ എനിക്ക് എസ് ബി ഐ അക്കൗണ്ട് ഉണ്ട്, എനിക്ക് എസ് ബി ഐ 5 അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചോ. ഓരോ അക്കൗണ്ടിലും 5 ലക്ഷം വെച്ചിട്ടുണ്ട്. എനിക്ക് മാക്സിമം എത്ര കിട്ടുള്ളൂ? എസ് ബി ഐ പൊളിയാണ് നാളെ, എനിക്ക് എത്ര കിട്ടുള്ളൂ? എനിക്ക് 5 ലക്ഷം മൊത്തം കിട്ടുള്ളൂ. കാരണം എന്താണ്? ഒരു ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റർക്ക് എത്ര? മാക്സിമം 5 ലക്ഷം. പക്ഷേ എനിക്ക് എസ് ബി ഐയിലും ഫെഡറൽ ബാങ്കിലും കാനറ ബാങ്കിലും അതേപോലെ എന്താണ് HDFC അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചോ. അപ്പോ 5 ലക്ഷം രൂപ വെച്ച്, അപ്പോ ഈ 4 ബാങ്ക് ഒന്നിച്ച് പൊളിയാണ്. എനിക്ക് എത്ര രൂപ കിട്ടും? എനിക്ക് എല്ലാം 5 ലക്ഷം കിട്ടും. മൊത്തം എത്ര കിട്ടും? 20 ലക്ഷം രൂപയും കിട്ടും. എങ്ങനെയാണ്? ഒരു ബാങ്കിൽ ഒരാൾക്കാണ് എത്ര? 5 ലക്ഷം. ഇവിടെ ഒരാൾക്ക് 4 ബാങ്കിലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓരോ ബാങ്കിൽ നിന്നും മാക്സിമം 5 ലക്ഷം വെച്ച് കിട്ടും. ഓക്കെ, മനസ്സിലായി പറയുന്നേ? എഫ് ഡി ആയാലും ഇട്ട് കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടുള്ളൂ കേട്ടാ. ഓക്കെ, സംഭവം എടുത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതായത് സേവിങ്സ്, ഫിക്സ്ഡ്, റിക്കറിങ്, കറണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരാൾക്ക് ഒരു ബാങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രജിൽ ചോദിച്ചതുപോലെ 20 ലക്ഷത്തിന്റെ എഫ് ഡി ഉണ്ടെങ്കിലും 5 ലക്ഷം കിട്ടുള്ളൂ. ഇപ്പൊ എഫ് ഡിയും കറണ്ട് അക്കൗണ്ടും എല്ലാം കൂടെ ഒരു 50 കോടി ഉണ്ടെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ഇതിനൊക്കെ വേറെ ഇൻസർ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക് ഒന്നും പൊട്ടില്ല. പൊട്ടാറായ തന്നെ എന്ത് ചെയ്യും? സർക്കാരും RBI ഒക്കെ ഇടപെടും. ഓക്കെ, അങ്ങനെ ചുമ്മാ ഒന്നും പൊട്ടൂല. ഈവൻ യെസ് ബാങ്ക് പോലത്തെ പ്രൈവറ്റ് ബാങ്ക് പൊട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? RBI ഇടപെട്ട് എന്ത് ചെയ്തു? ആ പൊട്ടൽ തന്നെ രക്ഷിച്ചു. മനസ്സിലായോ? അങ്ങനെ ചുമ്മാ ഒന്നും പൊട്ടയൊന്നുമില്ല. നമ്മൾ ബാങ്ക് പൊളിയെന്നൊക്കെ സിനിമയെ കാണുന്നതിനകത്ത് സിമ്പിൾ അല്ല. ഓക്കെ, നമ്മൾ ലോക്കൽ സഹകരണ ബാങ്ക് പൊളിയുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. ഈവൻ അവിടെ എന്തുണ്ട്? ഗവൺമെന്റ് നിയന്ത്രണമൊക്കെ ഉണ്ട് സാധാരണമായി പോലും. ഓക്കെ, അപ്പൊ ഇന്ത്യ പോലുള്ള ഒരു ഇത്രയും സർക്കാർ ഇടപെടലൊക്കെ ഉള്ള ഒരു രാജ്യത്ത് അങ്ങനെ പെട്ടെന്നൊന്നും ബാങ്ക് പൊളിയില്ല. US പെട്ടെന്ന് പൊളിയാറുണ്ട്. അത് അവിടെ പ്രത്യേക സാഹചര്യങ്ങളെ പൊളിയാറില്ല കേട്ടോ. അവിടെ ഇത്രത്തോളം എന്തില്ല, സർക്കാരിന്റെ കൺട്രോളൊന്നും ഇല്ല ബാങ്കുകൾ പുറത്തൊന്നും. ഓക്കെ, പിന്നെ അവിടെ കുറച്ചുകൂടെ ക്രെഡിറ്റ് കാർഡിനൊക്കെ പലിശ കുറവാണ്, ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ പലിശ കിട്ടുകയൊക്കെ ചെയ്യും. അത് അതിന്റെ വേറൊരു ഗുണമാണ് കേട്ടോ, ഈ റെഗുലേഷൻ കുറഞ്ഞതിന്റെ ഗുണമാണ്. അല്ലെ, വേറൊരു കാര്യമുണ്ട്. ഈ DICGC എന്ത് ചെയ്യും? ഈ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? RBIയുടെ നിന്ന് ഫീസ് വാങ്ങിക്കും. ബാങ്കുകളിൽ നിന്ന് ഫീസ് വാങ്ങിക്കും. നല്ല പ്രീമിയം എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ബാങ്ക് പൊളിയുമ്പോൾ ആൾക്കാർ ബാങ്കിന്റെ പൈസ ആരും കൊടുക്കുകയാണ് ചെയ്യുന്നത്? DICGC കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ചുമ്മാ കൊടുക്കൂ. അപ്പൊ അവരെന്ത് ചെയ്യും? അതിന് പകരം ഒരു ഫീസ് വാങ്ങിക്കും. മനസ്സിലായ? അവരെന്ത് ചെയ്യും? ഒരു ഫീസ് വാങ്ങിക്കും, നല്ല എമൗണ്ട് വാങ്ങിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് തന്നെ ബാങ്ക് എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സിന് കുറച്ചിടക്കെ മേടിക്കും. അപ്പോ നമ്മൾ ലോൺ എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇൻഷുറൻസ് കിട്ടും. ലോണിനൊക്കെ അറിയാമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു 5 ലക്ഷം ലോൺ എടുത്തു. അപ്പൊ എത്ര തരും ബാങ്കുകാര്? ഒരു 10,000 രൂപ പിടിച്ചിട്ട് എത്ര തരും? 490 തരും. കാരണം എന്താ? ആ 10,000 അവര് നമ്മളെ എന്തെടുപ്പിക്കും? നമ്മളെ കൊണ്ട് ഇൻഷുറൻസ്. ഓക്കെ, അത് ബാങ്ക് അല്ലാതെ ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത്, ഇപ്പോ ഈ DICGC എന്താ ചെയ്യുന്നേ? ബാങ്ക് പൊളിയുമ്പോൾ അവർ പൈസ കൊടുക്കും. അതിനെന്ത് ചെയ്യും? ബാങ്കിന്റെ നിന്ന് ഫീസ് വാങ്ങും. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരാൾക്ക് ഒരു ബാങ്കിൽ തന്നെ ഡിഫറെന്റ് അക്കൗണ്ട് ഉണ്ട്. അത് ഈ പറഞ്ഞ സേവിങ്സോ ഫിക്സഡോ റിക്കവറിങ്ങോ കറണ്ടോ എല്ലാം കൂടെ ആവാം. ഓരോന്നോരോന്നായി അങ്ങനെ ആവാം. എങ്ങനെയായാലും എത്ര കിട്ടത്തുള്ളൂ? 5 ലക്ഷം രൂപ കിട്ടുള്ളൂ. ഹിസ് ടോട്ടൽ ഇൻഷുറൻസ് കവറേജ് എത്രയാണ്? മാക്സിമം 5 lakh rupees. But if one person has account in different banks, then he is separately covered 5 lakh rupees in each bank. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നതിന്. All commercial banks, including branches of foreign banks and UCBs, Urban Cooperative Bank, State Cooperative Bank, District Cooperative Bank, are covered except deposits of foreign governments, deposits of central and state governments, and inter-bank deposits. Okay, അതായത് നമ്മുടെ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും അതേപോലെ ഫോറിൻ ബാങ്കുകളുടെ ബ്രാഞ്ചുകളും അതൊക്കെ ഈ പറഞ്ഞ DICGC കവേർഡ് ആണ്. പിന്നെ അർബൻ കൊമേഴ്സ്യൽ ബാങ്ക്, സ്റ്റേറ്റ് കൊമേഴ്സ്യൽ ബാങ്ക്, അങ്ങനെയുള്ള സഹകരണ ബാങ്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സഹകരണ ബാങ്കുകളും അല്ല, ഇങ്ങനത്തെ സഹകരണ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ DICGCയുടെ ഇൻഷുറൻസ് കവറേജിൽ വരുന്നുണ്ട്. എന്തൊക്കെ വരുന്നില്ല? ഫോറിൻ ഗവൺമെന്റിന്റെയും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റുകൾ എന്തില്ല, ഇതിനകത്ത് വരില്ല. അത് വിദേശ സർക്കാരുകൾക്ക് എന്തുണ്ടാവും? ഡെപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ, അതും. അതുപോലെ
സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ ബാങ്കുകളിലൊക്കെ. അത് പിന്നെന്താണ്, ബാങ്കുകൾക്ക് വേറെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, അവരെ കുറച്ച് കാശ് എന്ത് ചെയ്യും, കാനറ ബാങ്കോട് നിക്ഷേപിക്കും. അതൊന്നും എന്തിൽ വരത്തില്ല, ഈ പറയുന്ന ഇൻഷുറൻസ് കവറേജ് വരത്തില്ല. ഓക്കെ, അപ്പൊ ചില കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ടേ, വരുന്നുണ്ട്. അത് മനസ്സിലായല്ലോ. അതുപോലെ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും വരുന്നുണ്ടേ. ഓക്കെ, ഓക്കെ. അടുത്ത്, even if a bank has not gone bankrupt but is not doing well and RBI has imposed moratorium or restrictions on withdrawal of deposits to improve the condition of the bank, then in that case also DICGC will have to pay to depositors rupees 5 lakhs maximum depending on what is in your account. ഈ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് 2000 രൂപയുള്ളൂ, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കിട്ടുമോ? കിട്ടൂല, 2000 രൂപ കിട്ടുള്ളൂ. മനസ്സിലായി? 5 ലക്ഷം മാക്സിമം ആണ് പറയുന്നത്. അങ്ങനെ വിചാരിക്കില്ല കേട്ടോ, നേരത്തെ പറഞ്ഞത് ബാധകമാണ്. അതായത് 5 ലക്ഷം പരമാവധി കിട്ടുന്നതാണ്. അല്ല നിങ്ങളിപ്പോ നിങ്ങളുടെ അക്കൗണ്ടിൽ 800 ഈച്ചയുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എത്ര വരില്ല, ഒരു 5 ലക്ഷം രൂപ വരില്ല. ഓക്കെ, 5 ലക്ഷം രൂപ മാക്സിമം ആണ്. 5 ലക്ഷം കൊണ്ട് 5 ലക്ഷം കിട്ടും, 800 കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോ ഇപ്പൊ ഒരു ബാങ്ക് അല്ലെങ്കിൽ പൊളിഞ്ഞു പോയില്ല, ഇൻസോൾവെന്റ് ആയില്ല, എങ്കിലും അതിന്റെ പ്രവർത്തനം നേരായ രീതിയിലൊന്നും അല്ല. അത് എന്താണ്, വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, RBI അവിടെ മൊറട്ടോറിയം പ്രഖ്യാപിക്കും. മൊറട്ടോറിയം മീൻസ് അതിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യണം, ഈ DICGC എന്ത് ചെയ്യണം, അവിടെ RBI ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യണം, ഈ പറയുന്ന 5 ലക്ഷം രൂപ വരെയുള്ള ആ ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കണം വിത്തിൻ 90 ഡേയ്സ്. എത്ര ദിവസത്തിനകം? 90 ഡേയ്സിനകം. ഇതൊന്നും അങ്ങനെ കാണാപിടി കാണിച്ച് അറിഞ്ഞിരുന്നാൽ മതി. This was a major issue for depositors as in the last few years several banks had cases related to fraud and were not doing well and RBI imposed moratorium or restrictions on public deposit withdrawal. അതായത് ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പൈസ ഇടാനെടുക്കാനൊന്നും പറ്റില്ല. മനസ്സിലായ? അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ ഈ അടുത്ത കാലത്ത് കുറെ ബാങ്കുകൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഫ്രോഡ് പരിപാടിയൊക്കെ, അവരെ ആൾക്കാർ ഫ്രോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ മറ്റേ നീരവ് മോദി അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ഇല്ലേ, വിജയ് മല്യ, ഇവരൊക്കെ എന്ത് ചെയ്യും, ബാങ്കുകളെ പറ്റിക്കും. പറ്റിച്ചിട്ട് എന്ത് ചെയ്യും, അവര് പൈസയും കൊണ്ട് മുങ്ങും. അപ്പോ ഈ ബാങ്കുകളുടെ കയ്യിൽ എന്ത് ചെയ്യില്ല, ഡേ ടു ഡേ ഓപ്പറേഷൻ ഒന്നും പൈസ മിച്ചം കാണൂല. അവര് കിടന്ന് കഷ്ടപ്പെടുകയും ഈ RBI എന്ത് ചെയ്യും, അവിടെ മൊറട്ടോറിയം ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോഴ് എന്ത് സംഭവിക്കും, സാധാരണ നമ്മളെ പോലെയുള്ള ലോക്കൽ ആൾക്കാർക്ക്, നമ്മളെ പോലെ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പൈസ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, കാര്യം അവര് തരാൻ പൈസ കാണൂല, അതൊക്കെ അണ്ണം കൊണ്ടുപോയി ലണ്ടനിലോട്ട്. അപ്പൊ എന്ത് സംഭവിക്കും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോ മുമ്പ് ഈ സംഭവം ഇല്ലായിരുന്നു. ഈ പറയുന്ന ഈ മൊറട്ടോറിയത്തിന്റെ കേസിൽ ഈ DICGC എന്ത് കൊടുക്കണം, ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ള നിബന്ധന മുമ്പില്ലായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ കേസുകൾ വ്യാപകമായപ്പോ എന്ത് ചെയ്തു, ഈ DICGC ആക്ട് സർക്കാർ 2021 അമെൻഡ് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഈ മൊറട്ടോറിയത്തിന്റെ കേസിലും ഈ പറയുന്ന ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവന്നത്. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നിൽക്കുന്നേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷൻസിന്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് കേട്ടോ ഇത്, ഇത്രയും വിവരങ്ങളുള്ളത്. പിന്നെ ഈ നമ്മൾ ഈ പറയുന്ന കുറെ ഫാക്ടുകളെല്ലാം നമ്മളെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സിലബസ് ഭാഗമുണ്ട്, അവിടുത്തെ സംഭവം ഇവിടെയാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഇത് എന്താണ്, ഇതിന്റെ കൂടെ തന്നെ ഉള്ള സാധനങ്ങളാണ്. അപ്പോഴ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ, ഈ DICGCന്റെ ഫുൾ ഫോം എന്താണ്? പറയൂ. എന്താണ് DICGC? പറയൂ. അത് തന്നെ ഇവിടെ നമ്മൾ 0.1% കീടാണു പറഞ്ഞിട്ടുണ്ട്, അഞ്ജനയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ഇത് ആരുടെ ഓണർഷിപ്പിലാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ? അല്ല, RBI ആണ്. ഓക്കെ, പ്രതില് പറഞ്ഞിട്ടുണ്ട് RBI ആണ്. അപ്പൊ RBIയുടെ 100% ഓണർഷിപ്പിലുള്ള ഒരു സബ്സിഡിയറിയാണ് ഏത്, ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്കിത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ പറയുന്ന ഒരു ബാങ്കിന്റെ ബാങ്ക്റപ്സി, ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ബാങ്ക്റപ്സിയുടെ സമയത്ത്
അവർക്ക് എന്താണ്, അവർക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? RBI, അതേപോലെ DICGC, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നബാർഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണും. ഓക്കെ, അപ്പോ എന്താണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പിടികിട്ടിയ? ഇവിടെ അശ്വതി ഉണ്ണി ചോദിക്കുന്നുണ്ട് ലിങ്ക് എവിടെയാണ്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കൂ. ലിങ്ക് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ, ജോയിൻ ചെയ്താൽ മതി ക്ലാസ്സിന്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിനായിട്ട് പറയാനുള്ളത്, RBI ഹാസ് പെർമിറ്റഡ് ബാങ്ക്സ് ടു അണ്ടർടേക്ക് പാരാ ബാങ്കിങ്, അതായത് നോൺ ട്രഡീഷണൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് സച്ച് ആസ് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സസ്, ഇൻഷുറൻസ് ബിസിനസ്, വെഞ്ചർ ക്യാപിറ്റൽ എക്സെട്ര. അതായത് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ RBI എന്തിന് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്? പാരാ ബാങ്കിങ് ആക്ടിവിറ്റികൾ. ആ ടേം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. പാരാ ബാങ്കിങ് മീൻസ് ട്രഡീഷണൽ ബാങ്കിങ്ങിൽ പെടാത്ത സാധനങ്ങൾ. അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട് എന്താണ്, ലോൺ കൊടുക്കൽ, നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, ഗോൾഡ് ലോൺ, അതൊക്കെയാണ് തോന്നുന്നത് ട്രഡീഷണൽ ബാങ്കിങ് എന്ന് പറഞ്ഞത്. അതല്ലാതെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്, വെഞ്ചർ ക്യാപിറ്റൽ. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? മ്യൂച്വൽ ഫണ്ട് അറിയാലോ എന്താണെന്നുള്ളത്, ഇൻഷുറൻസ് അറിയാലോ, അപ്പൊ എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ ഇല്ലേ, സ്റ്റാർട്ടപ്പ്. അപ്പൊ ഈ സ്റ്റാർട്ടപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുണ്ട്, അതാണെന്ന് തോന്നുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ഫേം എന്ന് പറയുന്നത്. ഇപ്പൊ സെക്യൂർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞൊരു US ഫേമസ് ആയിട്ടുള്ള ഒരു അത് തന്നെ അതിന് അഞ്ജന പറഞ്ഞത് അഞ്ജന കറക്റ്റാണ്. അതായത് ഈ സെക്യൂർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് US ഫേമസ് ആയിട്ടുള്ള ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേം ഉണ്ട്. അവരെന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന അമേരിക്കയിലുള്ള ടെക് സ്റ്റാർട്ടപ്പിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ഫേസ്ബുക്കിനെയൊക്കെ അവരുടെ ആദ്യകാലത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെക്യൂർ ക്യാപിറ്റൽ. അപ്പോൾ ഇതേപോലെയുള്ള ഈ സ്റ്റാർട്ടപ്പുകളേക്ക് ഇതിനകത്തവർക്ക് ലാഭമുണ്ടോ? ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിക്ക് ഉണ്ടാവും. ഈ ചെറിയ കമ്പനി ആയിരിക്കുമ്പോൾ ഷെയർകാർക്ക് എന്ത് ചെയ്യാം, വളരെ കുറച്ച് പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ പൈസ കൊണ്ട് ഈ സ്റ്റാർട്ടപ്പിന് അവരുടെ ഓപ്പറേഷൻ നടത്തുക, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. പിന്നീട് വളർന്ന് വലിയൊരു കമ്പനി ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫേം അവരുടെ ഷെയർ എന്ത് ചെയ്യും, അവർ പുറത്ത് വിൽക്കും. അപ്പൊ ആദ്യം അവർ വാങ്ങിച്ചതിന്റെ ഒരു 50-100 ഇരട്ടി കാശൊക്കെ അവർക്ക് കിട്ടും. മനസ്സിലായോ? ചിലപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു ചെറിയ കമ്പനി ആയിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വളർന്ന് വലുതായി എന്ത് ചെയ്യും, പിന്നെ ഇത് IPO നടത്തുന്നത്. IPO എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്? IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആവുന്ന പ്രോസസ് ആണെന്ന് തോന്നുന്നു IPO എന്ന് പറയുന്നത്. ഇവർ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നവർ എന്ത് ചെയ്യും, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യും. അത് തന്നെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതാണ് IPO. IPO ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോഴാണ് മിക്ക വെഞ്ചർ ക്യാപിറ്റൽ കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ഈ ഷെയർക്ക് എന്ത് ചെയ്യും, സാധാരണ നമ്മളെ പോലെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിന് വിറ്റ് എന്ത് ചെയ്യും, നല്ല കാശുണ്ടാക്കും. കാരണം IPO സമയത്ത് എന്ത് ചെയ്യും, ഒരു കമ്പനി കട്ട ഹൈപ്പിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, IPO നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഷെയർ മാർക്കറ്റിലാകുമ്പോൾ നല്ല പോലെ എന്ത് ചെയ്യും, ഷെയറിന്റെ വാല്യൂ അടിച്ചു കയറും IPO സമയത്ത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും നല്ല കാശ് കിട്ടും. മനസ്സിലായോ? അതാണ് IPO എന്ന് പറയുന്നത്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഈ പറയുന്ന ആപ്പിളും അതേപോലെ ഫേസ്ബുക്കും ഗൂഗിളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, IPO നടത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫേംസും ഉണ്ടായിരുന്നു. അടുത്തത് നമ്മളിവിടെ പറയാൻ കാരണം, ഈ ബാങ്കുകൾ, അതായത് ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്നുണ്ട്, HDFCക്ക് എന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ, അതേപോലെ ഇൻഷുറൻസ് ഉണ്ടല്ലോ അവർക്ക് സ്വന്തമായിട്ട്. നമ്മളെ ആൾക്കാർ വിളിക്കാറുണ്ട് ബാങ്കിൽ നിന്നൊക്കെ, സാറേ ഇൻഷുറൻസ് വേണമെന്ന് ചോദിച്ചോണ്ടല്ലേ, അല്ലെങ്കിൽ മാഡം അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ചേരുന്നുണ്ടോ എന്ന് ദിവസം വിളിക്കാറുണ്ട്. അപ്പോൾ ബാങ്കുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ ബിസിനസ് ചെയ്യാറുണ്ട്, ഇൻഷുറൻസ് ചെയ്യാറുണ്ട്, അതേപോലെ മ്യൂച്വൽ ഫണ്ട് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ എന്തുണ്ട്, RBIയുടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ബാങ്കുകൾക്ക്. ഓക്കെ, ആർക്കാണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ എന്തെന്ന് വിളിക്കും, പാരാ ബാങ്കിങ് ആക്ടിവിറ്റി എന്ന് വിളിക്കും. പാരാ ബാങ്കിങ് ആക്ടിവിറ്റി എന്ന് വിളിക്കും. മനസ്സിലായോ? പിടികിട്ടിയ പറഞ്ഞത്രേ. ഓക്കെ, അടുത്തത് കോഓപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്കുകൾ. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ അണ്ടർ ഡ്യുവൽ റെഗുലേഷൻ ഓഫ് RBI ആൻഡ് ഗവൺമെന്റ്. സഹകരണ ബാങ്കുകൾക്കും എന്തുണ്ട്, RBIയുടെ റെഗുലേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇടയ്ക്ക് എന്ത് ചെയ്തു, നമ്മുടെ കേരള ബാങ്കിന് എന്ത് ചെയ്തു, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് എന്ത് ചെയ്തു, RBI ഡിമോട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അവരുടെ ചില ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതുണ്ട്. അപ്പോ ഈ പറയുന്ന കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കാര്യത്തിൽ RBIക്കും സർക്കാരിനും എന്തുണ്ട്, രണ്ടുപേർക്കും റെഗുലേറ്ററി അധികാരമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാരിന് സഹകരണ വകുപ്പുണ്ട്. സഹകരണ വകുപ്പ് അറിയാലോ, കോഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
അപ്പൊ ഈ സഹകരണ വകുപ്പാണ് എന്ത് ചെയ്യുന്നത്, കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബാങ്കുകളെയും സഹകരണ സൊസൈറ്റികളൊക്കെ എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. ഓക്കെ, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എന്നുണ്ട്, കോപ്പറേറ്റീവ് മിനിസ്ട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന RBIയും ഗവൺമെന്റ് ചേർന്ന് എന്ത് ചെയ്യും, ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യും. ബാങ്കിങ് റിലേറ്റഡ് ഫംഗ്ഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ RBI ആൻഡ് മാനേജ്മെന്റ് റിലേറ്റഡ് ഫംഗ്ഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ആസ് ദ കേസ് മേ ബി. അതായത് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള കോപ്പറേറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങൾ സ്റ്റേറ്റ് കൈകാര്യം ചെയ്യും. സെൻട്രൽ ഗവൺമെന്റ് കോപ്പറേറ്റീവ് ആണ് എന്ത് ചെയ്യും, അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങൾ ആര് കൈകാര്യം ചെയ്യും, സെൻട്രൽ കൈകാര്യം ചെയ്യും. പക്ഷെ രണ്ട് കേസിലും അതിന്റെ ബാങ്കിങ് റിലേറ്റഡ് ഫംഗ്ഷൻസ് ആര് റെഗുലേറ്റ് ചെയ്യൂടെ, RBI റെഗുലേറ്റ് ചെയ്യും. RBI റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്കിന് നിന്ന് എന്ത് അധികാരമില്ല, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് അതിന്റെ പാർട്ണർ ആയിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ OnCard എന്താണ്ട്, OnCard കേട്ടോ, OnCard ഒരു കമ്പനിയാണ്. പക്ഷെ OnCardന്റെ ക്രെഡിറ്റ് കാർഡിൽ എന്തുണ്ട്, ഒരു പാർട്ണർ ബാങ്ക് ഉണ്ട്. OnCardന് ഫെഡറൽ ബാങ്ക് ഉണ്ട്, അതേപോലെ എന്താണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ക്രെഡിറ്റ് കാർഡിനൊക്കെ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് അതിന്റെ പാർട്ണറായിട്ട് വേണം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. കൊമേഴ്സ്യൽ ബാങ്കിനുള്ള അത്ര അധികാരങ്ങളൊന്നും കോപ്പറേറ്റീവ് ബാങ്കിനില്ല. പക്ഷെ എന്നാൽ പോലും കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, RBI റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അത് പിന്നെ ഇത്രയും പറഞ്ഞ ബാങ്കുകളുടെ കാര്യമാണ്. ഇനി പറയാനുള്ളത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, NBFC വരുന്നുണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് വരുന്നുണ്ട്. NBFC എന്ന് പറയുന്നത് നമ്മുടെ KSFE ഒക്കെ ഒരു NBFC ആണ്. ഓക്കെ, പ്രൈമറി ഡീലേഴ്സ് വരുന്നുണ്ട്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി വരുന്നുണ്ട്, CIC വരുന്നുണ്ട്. എന്താണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി എന്ന് പറയുന്നത്? ഈ സിബിലൊക്കെ ഇല്ലേ, സിബിലും ക്രിഫൊക്കെ ഇല്ലേ, അതാണെന്ന് തോന്നുന്നു CIC എന്ന് പറയുന്നത്. അറിയാലോ സിബിലൊക്കെ. നമ്മുടെ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് അയാളുടെ അയാൾക്ക് ലോൺ കൊടുക്കാവോ, അയാൾ അടവൊക്കെ കൃത്യമാണെന്ന് നോക്കുന്ന കമ്പനിയാണെന്ന് തോന്നുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, കുറെ ഉണ്ടല്ലോ, സിബിൽ, എക്സ്പീരിയൻ, കുറെയൊക്കെ ഉണ്ട് എവിടെ സാധനങ്ങൾ, അറിയാലോ അതൊക്കെ. സിബിൽ സ്കോർ സിബിലിന്റെയാണ്. സിബിലിനൊക്കെ ഫുൾ ഫോം ഉണ്ട്, ഞാൻ മറന്നുപോയി. ഓക്കെ, സിബിലുണ്ട്, ക്രിഫ് ഉണ്ട്, എക്സ്പീരിയൻ ഉണ്ട്, അല്ല വേറെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ, സിബിൽ മാത്രമല്ല. അപ്പോ അതാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി. പിന്നെ പ്രൈമറി ഡീലേഴ്സ് ഉണ്ട്, NBFCകളുണ്ട്. അപ്പൊ നമുക്കിതൊക്കെ പഠിക്കാം വിശദമായിട്ട് എങ്ങനെയാണെന്നുള്ളത്, ഇതെല്ലാം പഠിക്കാറുണ്ട് നമുക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം പഠിക്കാൻ കീഴാണ്, നമുക്ക് പഠിക്കാറുണ്ട് സാധനങ്ങളെല്ലാം. എവിടെ ധനകാര്യ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പൊ ഇവരുടെ കാര്യത്തിൽ എന്താണ് RBI റോൾ എന്ന് നോക്കാം, റെഗുലേറ്ററി റോൾ. ഓക്കെ, ദ 4 ആൾ ഇന്ത്യ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നബാർഡ്, NSB, എക്സിം ബാങ്ക്, സിഡ്ബി. എന്താണ് NSB, എക്സിം ബാങ്ക്, സിഡ്ബി? പറയൂ, നബാർഡ് അറിയാലോ എന്താണ് നിങ്ങൾക്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക്. പിന്നെ എന്താണ് സിഡ്ബി? എന്താണ്? സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, ചെറുകിട വ്യവസായങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന ബാങ്ക്, അത് തന്നെ. അപ്പോൾ ഇതാണ് ഈ 4 പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നബാർഡ്, NSB, എക്സിം ബാങ്ക്, സിഡ്ബി. ഓക്കെ, അപ്പോ ഈ 4 എന്താണ്, RBIയുടെ ഫുൾ ഫ്ലെഡ്ജ് റെഗുലേഷന്റെയും സൂപ്പർവിഷന്റെയും കീഴിലാണ്. ഓക്കെ, NBFCs, primary dealers and CICs are also under the regulation and supervision of RBI. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതാണ്, ഈ NBFCകളെയും അതേപോലെ പ്രൈമറി ഡീലേഴ്സിനെയും CICകളെയും എന്ത് ചെയ്യും, RBI റെഗുലേറ്റ് ചെയ്യും, അവരെ നിയന്ത്രിക്കും, അവരെ എന്ത് ചെയ്യും, ചിലപ്പോൾ ബാൻ ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, നിയന്ത്രണം കൊണ്ടുവരും. ഓക്കെ, അവരെ എന്ത് ചെയ്യും, RBI കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, RBI regulates banks and NBFCs both, but till July 2019, RBI had the powers to supersede the board of banks only. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു, RBIക്ക് എന്ത് ചെയ്യാം, NBFCകളെയും ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ജൂലൈ 2019 വരെ പഠിക്കേണ്ടത് കേട്ടെന്ന് മാത്രം മതി, ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. RBIക്ക് ബാങ്കുകളുടെ കാര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോർഡിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇൻ കേസ് ഓഫ് എനി മിസ്മാനേജ്മെന്റ് ഓർ ഡിഫോൾട്ട്. NBFCകളുടെ കാര്യത്തിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ജൂലൈ 2019, RBI Act 1934 was amended to allow RBI to supersede the board of NBFCs also and appoint administrator in public interest. അതായത് പൊതു താല്പര്യ പ്രകാരം എന്ത് ചെയ്യാം, NBFCകളുടെയും ബോർഡിന് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ
ഒരു അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്യാനും പറ്റും ബോർഡിലോട്ട്. എന്തിനാണ്? ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇത് വരാൻ കാരണം 1934 RB ആക്ടിനെ 2019 എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. എന്തിനാണ്? NBFC-കളുടെ കൂടെ എന്ത് ചെയ്യാൻ? ഇതിൽ ഉൾപ്പെടുത്താനായിട്ട്. ഓക്കെ, ഏത് കാര്യത്തില്? ബോർഡിനെ സൂപ്പർസീഡ് ചെയ്യുന്ന കാര്യത്തിൽ. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച രണ്ടാമത്തെ വലിയ ഫംഗ്ഷൻ. 2-3 പേജുണ്ട്, കണ്ടല്ലോ. ഒരുപാട് പോയിന്റ് ഉണ്ട്, അത്ര സമയം എടുത്ത് പറയാനായിട്ട്. അടുത്ത് പഠിക്കാനുള്ളതിന് ഒരു കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതേപോലെ ഓരോ ഫംഗ്ഷനും വളരെ വളരെ വലിയ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പഠിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിലുള്ള കുറെ കാര്യങ്ങൾ കവറായി പോകുന്നത് കേട്ടോ. ഈ പറയുന്ന കൊമേഴ്സ്യൽ ബാങ്കുകാരിലൊക്കെ നമ്മൾ പഠിച്ച കുറെ സംഭവങ്ങളൊക്കെ അവിടെ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോ ഇന്ന് ഇത്രയും മതി. നിങ്ങൾ ഇപ്പൊ തന്നെ കുറെ ആയെന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ? എനിക്കും ഇച്ചിരി തൊണ്ടവേദന തുടങ്ങി. അപ്പോ ഈ ഇന്ന് പഠിപ്പിച്ച മൊത്തത്ര 11 ഫംഗ്ഷൻ ഉണ്ട്. ഈ 11 ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെച്ചോ അല്ലാതെ വയ്ക്കാതെ എങ്ങനെയെങ്കിലും ഫംഗ്ഷൻസ് കണ്ട ഏത് RBയുടെ ഫംഗ്ഷൻ ആണോ ഏത് ഫംഗ്ഷൻ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പൊ അത്രയുള്ള ക്ലാസ്.